നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ വളരെ വിനയത്തോടെ വന്ദനം അറിയിക്കുകയാണ്. പുതുതായി ചിലർ ഇന്ന് ജോയിൻ ചെയ്തതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു. പുതിയ പേരുകൾ ചിലത് കണ്ടു. പ്രിയപ്പെട്ടവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും പ്രത്യേകം സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. പതിവായി നമ്മുടെ കൂടെ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയ ബോബി സഹോദരന് ഇന്ന് കണ്ണിന്റെ സർജറി കഴിഞ്ഞ് വിശ്രമിക്കുകയാണ്. പ്രാർത്ഥനയിൽ നമുക്ക് ഓർക്കാം. പതിവായി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ടല്ലോ. ബാംഗ്ലൂരിൽ നിന്നുള്ള ഗ്ലാഡിസിനെ ഓർക്കാം, അതുപോലെ അമ്മണി ആന്റിയെ ഓർക്കാം, KC സാമുവൽ അച്ഛനെ. പിന്നെ പരസ്പരം നമ്മൾ പ്രാർത്ഥനയിൽ ഓർത്തുകൊണ്ടാണല്ലോ ഇരിക്കുന്നത്. അത് നമുക്ക് തുടരാം. വിശേഷാൽ ബോബി ബുധന്റെ പൂർണ്ണ ആരോഗ്യത്തിനും കണ്ണിന്റെ പൂർണ്ണ കാഴ്ച ലഭിക്കേണ്ടതിനും അടുത്ത ആഴ്ച നമുക്ക് ഒരുമിച്ചായിരിക്കാൻ ഇടയാകേണ്ടതിനും പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇന്നത്തെ വചനധ്യാനത്തിനായി കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം 10-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിച്ച് കേൾക്കാം. 1 Corinthians chapter 10 verses 1 to 6. സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും മേഘത്തിൻ കീഴിൽ ആയിരുന്നു. എല്ലാവരും സമുദ്രത്തൂടെ കടന്ന് എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റ് മോശയോട് ചേർന്നു. എല്ലാവരും ഒരേ ആത്മീയ ആഹാരം തിന്നു, എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച ആത്മീക പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തു ആയിരുന്നു. എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് നമുക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചു. അവർ മോഹിച്ചതുപോലെ നാമും ദുർമോഹികൾ ആകാതിരിക്കേണ്ടതിന് തന്നെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. 9-ാം അധ്യായത്തിന്റെ ഒടുവിലത്തെ വാക്യങ്ങൾ 24 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ കഴിഞ്ഞ 3 ക്ലാസ്സുകളായിട്ടാണ് പഠിക്കുവാനായിട്ട് ദൈവം സഹായിച്ചത്. ഇന്ന് നമുക്ക് 10-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കാനുള്ള കൃപ ലഭിച്ചു. ഇന്ന് നമ്മൾ 6 വാക്യങ്ങൾ വായിച്ചെങ്കിലും ഈ 6 വാക്യങ്ങളും വിശദീകരിക്കുവാനായിട്ട് സമയമില്ല, ഉദ്ദേശിക്കുന്നും ഇല്ല. പകരം ഈ ഭാഗത്തു നിന്ന് പൊതുവായി നമുക്ക് ലഭിക്കുന്ന ചില ആലോചനയും അതോടൊപ്പം 1-ാം വാക്യവും ഒന്ന് ചിന്തിക്കാം എന്നാണ് വിചാരിക്കുന്നത്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. യഹൂദന്മാരുടെ അഥവാ ഇസ്രായേൽ ജനത്തിന്റെ ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇവിടെ വിശദീകരിച്ചിരിക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് അവരെ ദൈവം മിസ്രയീമിൽ നിന്ന് വിടുവിക്കുകയുണ്ടായി. മിസ്രയീമിന്റെ അടിമത്വത്തിൽ അവർ 430 വർഷങ്ങളായിരുന്നു. അവരുടെ കഷ്ടത കണ്ട് അവരുടെ നിലവിളി കേട്ട് സ്വർഗത്തിലെ ദൈവം മോശയും അഹരോനെയും ഉപയോഗിച്ച് അവരെ അവിടെ നിന്ന് വിടുവിച്ച് കൊണ്ടുവരുന്ന ആ കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ അവര് മിസ്രയീമിൽ നിന്ന് യാത്ര പുറപ്പെട്ടു പോരുമ്പോൾ അവർ മേഘത്തിന്റെ കീഴിലായിരുന്നു അവർ യാത്ര ചെയ്തത്. അവർ സമുദ്രത്തൂടെ കടന്നു, ആ കാര്യം അവിടെ പറയുന്നുണ്ട്. അവര് ആത്മീക പാറയിൽ നിന്ന് കുടിച്ച കാര്യം അവിടെ പറയുന്നുണ്ട്. എന്നാൽ ഇതെങ്ങനെയൊക്കെ ദൈവം അത്ഭുതകരമായി വിടുവിച്ച് അത്ഭുതകരമായി അവരെ വഴി നടത്തിക്കൊണ്ട് പോരുമ്പോഴും അവർ ദൈവത്തോട് മത്സരിച്ചു, ദൈവത്തോട് പിറുപിറുത്തു, ദൈവത്തോട് വിവിധ നിലകളിൽ അനുസരണക്കേട് കാണിച്ചു, പാപം ചെയ്തു എന്ന് നമ്മൾ തിരുവെഴുത്തിൽ വായിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ പറയുന്നു അവരിൽ മിക്ക പേരിലും യഹോവയായ ദൈവം പ്രസാദിച്ചില്ല എന്ന് വായിക്കുന്നുണ്ട്. അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് കൊരിന്ത്യരോട് പറയാണ്, എല്ലാ വിശ്വാസികളോടും പറയുകയാണ്. അതുപോലെ ഇതെന്തിനാണ് ഈ ചരിത്ര ഭാഗമൊക്കെ ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്? നമ്മൾ ചരിത്ര വിദ്യാർത്ഥികളാകാനോ നമ്മൾ ചരിത്ര പണ്ഡിതരാകാനോ വേണ്ടിയിട്ടല്ല. പകരം ഈ ഭാഗത്ത് നിന്ന് ചില ബുദ്ധി ഉപദേശം നമുക്ക് തരുന്നുണ്ട്, ചില ആലോചനകൾ, ആത്മീയ ചിന്തകൾ നമുക്ക് തരുന്നുണ്ട്. അത് നമ്മൾ ഉൾക്കൊള്ളുന്നതിന് വേണ്ടിയിട്ടാണ്
ഇതൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവിടെ പറഞ്ഞിട്ടുണ്ട്, ഇതൊക്കെ നമുക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചു. അവരെ പോലെ നമ്മൾ ആയിത്തീരരുത്, അവരെ പോലെ നമ്മൾ ദുർമോഹികളാകരുത് എന്ന് ബുദ്ധി ഉപദേശത്തോടെ തന്നിരിക്കുന്നു. അപ്പൊ ഈ ആത്മീയ പാഠം ഗ്രഹിക്കുന്നതിന് വേണ്ടിയാണ് ഈ ചരിത്ര ഭാഗങ്ങളൊക്കെ എഴുതിയിരിക്കുന്നത്. നമ്മളെയും കർത്താവ് വിടുവിച്ചു, നമ്മളെ രക്ഷിച്ച സ്വർഗീയ കരുതലിലാണ് നമ്മളെ ഓരോ ദിവസവും മുന്നോട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ മധ്യേ നമ്മള് ദൈവത്തോട് അനുസരണക്കേട് കാണിക്കരുത്, ദൈവത്തിന്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായി പ്രവർത്തിക്കരുത്, ദൈവവചനത്തെ നമ്മൾ അനുസരിക്കണം. ഇല്ലെങ്കിൽ കഠിനമായി ശിക്ഷിക്കും. നമുക്കറിയാം, മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടതിൽ യോശുവയും കാലേബും ഒഴികെയുള്ള മുഴുവൻ പേരും മരുഭൂമിയിൽ പട്ടുപോയി, മരുഭൂമിയിൽ അവര് മരിച്ചുപോയി എന്ന് കാണാൻ കഴിയും. പിന്നീട് ജനിച്ചവരാണ്, മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട ശേഷം ജനിച്ചവരാണ് വാഗ്ദത്ത ദേശത്തേക്ക്, കനാനിലേക്ക് പ്രവേശിച്ചത് എന്ന് മനസ്സിലാക്കാൻ കഴിയും. യോശുവയും കാലേബും അവർക്കും പ്രവേശിക്കാനുള്ള സാവകാശം ലഭിച്ചു. അപ്പോൾ ദൈവ മക്കൾ ദൈവത്തെ അനുസരിച്ച് ദൈവഹിതപ്രകാരം ജീവിക്കണമെന്നുള്ള ശക്തമായ ഒരു തോതും, ഇല്ലെങ്കിൽ തീർച്ചയായും ദൈവിക ശിക്ഷ ഉണ്ടാകുമെന്നുള്ള ഒരു പാഠമാണ് ഈ ഭാഗത്ത് നിന്ന് നമുക്ക് ലഭിക്കുന്നത്. എന്നാൽ ഈ വേദഭാഗം പലരും രക്ഷ നഷ്ടപ്പെട്ടു പോകും എന്ന് പഠിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ നമുക്കൊക്കെ അറിയാവുന്നതാണെങ്കിലും ചില കാര്യങ്ങൾ ആ നിലയിൽ കൂടെ ഒന്ന് സൂചിപ്പിച്ചു പോകാം എന്ന് വിചാരിക്കാം. ഈ ഭാഗത്ത് നിന്ന് രക്ഷ നഷ്ടപ്പെട്ടു പോകുമെന്ന് പഠിപ്പിക്കാൻ വളരെ എളുപ്പമാണ്, വളരെ ലളിതമായി ഈസിയായി പറഞ്ഞ് കൊടുക്കാനായിട്ട് കഴിയും, പഠിപ്പിക്കാനായിട്ട് കഴിയുന്ന ഒരു വേദഭാഗമാണ്. എന്തെന്ന് ചോദിച്ചാൽ, മിസ്രയീമിൽ നിന്ന് വിടുവിച്ചു, ഫറവോന്റെ അടിമത്തത്തിൽ നിന്ന് വിടുവിച്ചു. അത് രക്ഷയോടുള്ള ബന്ധത്തിൽ ചിന്തിക്കാം. രക്ഷിക്കപ്പെട്ടു, ഫറവോന്റെ അടിമത്തത്തിൽ അല്ലെ പിശാചിന്റെ അടിമത്തത്തിൽ നിന്നുള്ള വിടുതലാണല്ലോ രക്ഷ എന്ന് പറയുന്നത്. വിടുതൽ ലഭിച്ചു. പിന്നെ സമുദ്രത്തൂടെ കിടന്നത് സ്നാനമായിട്ട് ചിന്തിക്കാൻ പറ്റും. അപ്പൊ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു. പക്ഷേ നമ്മളവിടെ കാണുന്നത് അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. മിക്ക പേർക്കും വാഗ്ദത്ത ദേശത്തെ കനാനിൽ പ്രവേശിക്കാൻ കഴിഞ്ഞില്ല. വളരെ ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് രക്ഷിക്കപ്പെട്ടെങ്കിലും സ്നാനപ്പെട്ടെങ്കിലും ജീവിതത്തിൽ പാപം ചെയ്താൽ അവരുടെ രക്ഷ നഷ്ടപ്പെട്ടു പോകും. അവർക്ക് കനാനിനെ സ്വർഗത്തിന്റെ നിഴലായിട്ടാണ് ചിന്തിക്കുന്നത് അക്കൂട്ടര്. അപ്പൊ അതുകൊണ്ട് സ്വർഗത്തിലേക്ക് അവർക്ക് പ്രവേശനം ലഭിക്കയില്ല എന്ന് പഠിപ്പിക്കാൻ വളരെ എളുപ്പമാണ്. എന്നാൽ ഈ ഭാഗം ഒരിക്കലും രക്ഷ നഷ്ടപ്പെട്ടു പോകുമെന്ന് പഠിപ്പിക്കുന്നില്ല. തിരുവെഴുത്തിൽ ഒരു ഭാഗവും രക്ഷിക്കപ്പെട്ടവരുടെ രക്ഷ നഷ്ടപ്പെട്ടു പോകുന്നില്ല എന്ന് തന്നെയാണ് പഠിപ്പിക്കുന്നത്. രക്ഷിക്കപ്പെട്ടവരുടെ രക്ഷ നഷ്ടപ്പെടുകയില്ല. എന്നാൽ രക്ഷിക്കപ്പെട്ടവരെ പോലെ നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. രക്ഷിക്കപ്പെട്ടവരെ പോലെ രക്ഷിക്കപ്പെടാതെ സ്നാനപ്പെട്ട് കർത്തൃമേശയെടുത്ത് ഒരുപക്ഷെ രക്ഷിക്കപ്പെട്ടവരെക്കാൾ നന്നായി ജീവിക്കുന്നവരും ആത്മീയമായി താല്പര്യം കാണിക്കുന്നവരും ഒക്കെ ഉണ്ടാകാം. പക്ഷെ അവർ രക്ഷിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ അവരുടെ രക്ഷ പിന്നെ നഷ്ടപ്പെടേണ്ടതായിട്ടും ഇല്ല. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് രക്ഷ നഷ്ടപ്പെടുമെന്നുള്ള ചിന്ത അല്ല എന്ന് ചില കാര്യങ്ങൾ ഞാൻ ഓർപ്പിക്കാം എന്ന് വിചാരിക്കാം. ഒന്നാമത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ കനാൻ എന്ന് പറയുന്നത് സ്വർഗത്തിന്റെ നിഴലായിട്ട് നമുക്ക് ചിന്തിക്കാൻ കഴിയത്തില്ല. കനാൻ എന്ന് പറയുന്നത് നമുക്ക് ഓർമ്മയുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. നോഹയുടെ രണ്ടാമത്തെ മകൻ ഹാമിന്റെ മക്കളിൽ ഒരാളാണ് ഈ കനാൻ എന്ന് പറയുന്നത്. അവര് പോയി താമസിച്ച സ്ഥലത്തെ കനാന്യ നാട് എന്നാണ് വിളിക്കുന്നത്. അങ്ങനെയാണ് കനാൻ എന്നുള്ള പേര്. അത് വാസ്തവത്തിൽ അത് പലസ്തീൻ തന്നെയാണ്. പലസ്തീൻ ഒരിക്കലും, അഥവാ ഈ കനാൻ ഒരിക്കലും സ്വർഗത്തിന്റെ നിഴലല്ല. ചിലരൊക്കെ സാഹിത്യ പുസ്തകങ്ങളിലോ കവിതകളിലോ ഒക്കെ അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ടാവാം. പക്ഷെ ഒരിക്കലും കനാൻ സ്വർഗത്തിന്റെ നിഴലായി ചിന്തിക്കാൻ കഴിയുന്നതല്ല. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, സംഖ്യാപുസ്തകം 13-ാം അധ്യായം 33-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, സംഖ്യ 13-33 ഞാനൊന്ന് വായിക്കാം. ജനമൊക്കെയും, അതായത് നമുക്ക് ആ ഭാഗം ഓർമ്മയുണ്ടാകും, മോശ ഇസ്രായേൽ ഗോത്രങ്ങളിൽ നിന്ന് അതിൽ ഗോത്ര തലവന്മാരെ ചിലരെ പ്രത്യേകമായി തിരഞ്ഞെടുത്തിട്ട് ഈ ദേശം ഒറ്റുനോക്കുവാൻ, കനാൻ ഒറ്റുനോക്കുവാൻ, അതെങ്ങനെയുണ്ട് ആ സ്ഥലം, അവിടെ നമുക്ക് പ്രവേശിക്കാൻ ഈസിയായിട്ട് പ്രവേശിക്കാൻ കഴിയും തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നതിന് വേണ്ടി അയച്ചു.
അവർ തിരിച്ചു വന്ന് മോശയ്ക്ക് കൊടുക്കുന്ന റിപ്പോർട്ട് നമുക്ക് ആ അധ്യായത്തിൽ സംഖ്യാപുസ്തകം 13-ാം അധ്യായത്തിൽ കാണാനായിട്ട് കഴിയും. അതില് 33-ാമത്തെ വാക്യം, ആ അധ്യായത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ വാക്യത്തിൽ അവർ കൊടുത്ത റിപ്പോർട്ട് ഇങ്ങനെയാണ്: ജനം ഒക്കെയും അതികായന്മാർ, അവിടെ ഞങ്ങൾ മല്ലന്മാരുടെ സന്തതികളായ അനാക്യ മല്ലന്മാരെയും കണ്ടു. ഞങ്ങൾക്ക് തന്നെ ഞങ്ങൾ വെട്ടുക്കിളികളെ പോലെ തോന്നി, അവരുടെ കാഴ്ചയ്ക്കും ഞങ്ങൾ അങ്ങനെ തന്നെ ആയിരുന്നു. നോക്കുക, കനാനിൽ മല്ലന്മാരുള്ളതായി കാണുന്നു, അനാക്യ മല്ലന്മാരുള്ളതായി കാണുന്നു. അവരെ ജയിപ്പാൻ കഴിയുകയില്ല. ഞങ്ങൾക്ക് തന്നെ അവരുടെ മുമ്പിൽ ഒരു കിളിയെ പോലെ, ഇവിടെ വെട്ടുക്കിളി എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു കിളിയെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. വെട്ടുക്കിളിയെ പോലെ ഞങ്ങൾക്ക് തോന്നി, കാഴ്ചയിലും അങ്ങനെ തന്നെ അവർ ആചാര ബാഹുക്കളാണ് എന്ന് പറയുകയാണ്. നമുക്കറിയാം, സ്വർഗത്തിൽ അങ്ങനെ ഏതെങ്കിലും മല്ലന്മാരോ, അല്ലെങ്കിൽ നമ്മൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നതിന് അവിടെ ആരെയെങ്കിലും ജയിക്കേണ്ട കാര്യമില്ല. സ്വർഗത്തിലുള്ളത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഉണ്ട്. പിന്നെ ദൈവത്തെ നിരന്തരം ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ജീവികൾ അവിടെയുണ്ട്. പിന്നെ ദൂതന്മാരുണ്ട്. അല്ലാതെ ആരും സ്വർഗത്തിലില്ല. സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നതിന് നമുക്ക് ഈ നിലയിൽ ആരെയെങ്കിലും ജയിക്കേണ്ടതോ ആരെയെങ്കിലും തോൽപ്പിക്കേണ്ടതോ ആവശ്യമില്ല. രക്ഷിക്കപ്പെട്ടവർക്ക് സ്വർഗപ്രവേശനമുണ്ട്. അതുകൊണ്ട് തന്നെ കനാൻ എന്ന് പറയുന്നത് സ്വർഗത്തിന്റെ നിഴൽ അല്ല എന്ന് വേണം ചിന്തിക്കാൻ, അല്ല എന്ന് വേണം മനസ്സിലാക്കാൻ. പിന്നെ എന്താണ്? അതേ പുസ്തകം, അതേ അധ്യായം, സംഖ്യാപുസ്തകം 13-ന്റെ നമ്മൾ വായിക്കുന്നുണ്ട്. ആ പ്രദേശത്തെ കുറിച്ച് അവർ കൊടുത്ത റിപ്പോർട്ടിലെ മറ്റൊരു ഭാഗമാണ്. അത് പാലും തേനും ഒഴുകുന്ന ദേശമാണ് എന്ന് പറയുന്നുണ്ട്. പാലസ്തീൻ അഥവാ കനാൻ പാലും തേനും ഒഴുകുന്ന ഒരു സ്ഥലമായിട്ട് വായിക്കുന്നുണ്ട്. അക്ഷരാർത്ഥത്തിൽ അത് ശരിയാണ്. പലസ്തീനുള്ള ബന്ധത്തിൽ അക്ഷരാർത്ഥത്തിൽ അത് ശരിയാണ് എന്ന് പറഞ്ഞാൽ, ഞാൻ ഏതോ ഒരു പുസ്തകത്തിൽ വായിച്ചതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. അവിടെ പശുക്കളൊക്കെ ധാരാളം പാൽ ചുരത്തുന്ന പശുക്കളാണ്. അത് അതിന്റെ അകിട് നിറഞ്ഞു നിൽക്കുമ്പോൾ അത് ചിലപ്പോൾ കിടക്കുകയാണെങ്കിൽ അകിട് പ്രസ്സായിട്ട് പാലിങ്ങനെ ഒഴുകുന്ന സ്ഥിതി അവിടെ ഉണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതുപോലെ ധാരാളം തേൻ കൂടുകൾ അവിടെയുണ്ട്. തേൻ കൂടുകളിലൊക്കെ തേൻ നിറഞ്ഞിട്ട് ധാരാളം പൂക്കളും ഒക്കെയുള്ള സ്ഥലമാണ് അത്. അതുപോലെ ധാരാളം തേനുണ്ട്. ആ തേനൊക്കെ ഈ തേൻ കൂടുകളിൽ നിറഞ്ഞിട്ട് ഇറ്റിറ്റ് വീഴുന്ന സ്ഥിതി ഉള്ളതായിട്ട് എഴുത്തുകാരോ എഴുതിയത്, ഞാൻ അത് ഏത് പുസ്തകമൊന്നും ഓർക്കുന്നില്ല, വായിച്ചതായിട്ട് ഞാൻ ഓർക്കുന്നില്ല. അപ്പോൾ അക്ഷരപ്രകാരം പാലും തേനും ഒഴുകുന്ന പ്രദേശമാണത്. ഇനി ആത്മീയമായിട്ട് നമുക്ക് എന്തെടുക്കാം? ആത്മീയമായി നമുക്ക് എടുക്കുന്നത് പാലും തേനും ദൈവവചനത്തെയാണ് കാണിക്കുന്നത്. പാലിനെ കുറിച്ച് നമ്മൾ 1 പത്രോസ് 2-ാം അധ്യായം 2-ാം വാക്യത്തിൽ വായിക്കുന്ന ഓർമ്മയുണ്ടല്ലോ, ഇപ്പോൾ ജനിച്ച ശിശുവിനെ പോലെ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പിൻ എന്ന് വായിക്കുന്നുണ്ട്. 119-ാം സങ്കീർത്തനം 103-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ദൈവവചനത്തെ കുറിച്ച്. ദൈവവചനം എൻ്റെ അണ്ണാക്കിന് അത് മധുരമാണ്, തേനിലും മധുരമാണ് എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ ഇത് രണ്ടും വചനത്തെയാണ് കാണിക്കുന്നത്. ആ വചനത്താലുള്ള സന്തോഷത്തെയാണ് കാണിക്കുന്നത്. നമുക്കറിയാം, ഒരു വിശ്വാസിയുടെ, രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയുടെ സന്തോഷം എന്ന് പറയുന്നത് ദൈവവചന ധ്യാനത്തിലാണ്. അതുകൊണ്ടാണ് ഈ 1-ാം സങ്കീർത്തനം നമുക്ക് ഓർമ്മയുണ്ടല്ലോ: ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴി നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അതിനൊരാപ്പൽ. യഹോവയുടെ ന്യായപ്രമാണം, ദൈവത്തിന്റെ വചനം. ദൈവത്തിന്റെ വചനമാണ് ഒരു ദൈവ പൈതലിന്, വിശ്വാസിക്ക് ആത്മീയ സന്തോഷം തരുന്നത്. വചനം പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അതിൽ ഉള്ളടക്കം ചെയ്തിരിക്കുന്ന മനോഹരമായ ചിന്തകൾ, പുതിയ ചിന്തകൾ നമുക്ക് തരികയും നമുക്കതിൽ സന്തോഷിക്കാൻ കഴിയുകയും ആ ചിന്തകളെ നമ്മൾ സ്വീകരിച്ചുകൊണ്ട് അതിനനുസരിച്ച് ജീവിക്കുകയും ചെയ്യുമ്പോഴാണ് ശരിക്കുള്ള ആത്മീക സന്തോഷം നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത്. അതാണ് കനാൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് പാലും തേനും ഒഴുകുന്ന ആത്മീയ സന്തോഷത്തിൽ, വചനത്തിന്റെ സമൃദ്ധിയിൽ പഠനത്തിൽ മാത്രമല്ല, അത് പ്രായോഗികമാക്കുന്നതിലും വളരെ ഉത്സാഹത്തോടെ സന്തോഷത്തോടെ പോകുമ്പോൾ വലിയൊരു ആത്മീയ സന്തോഷമാണ് അവിടെ കാണുന്നത്. പിന്നെ മല്ലന്മാരെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരുപാട് മല്ലന്മാരെ തോൽപ്പിച്ചെങ്കിൽ മാത്രമേ, ജയിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ആത്മീയ ജീവിതത്തിൽ മുന്നോട്ട് പോകാനായിട്ട് കഴിയുള്ളൂ. ഒരുപാട് തടസ്സങ്ങൾ, നമ്മൾ കഴിഞ്ഞ ആഴ്ച
ഓട്ടക്കളത്തെ കുറിച്ച് പഠിച്ചല്ലോ. ഓട്ടക്കളത്തെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ സാധാരണ ഓട്ടം മാത്രമേ ചിന്തിച്ചുള്ളൂ. ധാരാളം തടസ്സങ്ങളുള്ള ഓട്ടങ്ങളുമുണ്ട്. ജമ്പ് ചെയ്തൊക്കെ പോകുന്ന നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. ഒത്തിരി തടസ്സങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് വെച്ചേക്കാം. അങ്ങനത്തെ ഓട്ടവുമുണ്ട്. അപ്പൊ ഒത്തിരി തടസ്സങ്ങളുണ്ട്, ഒരുപാട് തടസ്സങ്ങൾക്ക് സാധ്യതകളുണ്ട്. അതിനെയൊക്കെ നമ്മൾ അതിജീവിച്ച പോകുമ്പോഴാണ് നമുക്ക് ആത്മീയ സന്തോഷം അനുഭവിക്കുന്നത്. ചുരുക്കത്തിൽ കനാൻ എന്ന് പറയുന്നത് സ്വർഗത്തിന്റെ നിഴലല്ല, ആത്മീയ സന്തോഷത്തിന്റെ, ആത്മീയമായ ഉന്നതമായ ഒരു സ്ഥിതിയെ കാണിക്കുന്നതാണ് കനാൻ എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പൊ അതുകൊണ്ട് കനാനി പ്രവേശിച്ചില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിഞ്ഞില്ല എന്നല്ല എന്ന് ചിന്തിക്കണം. അത് രക്ഷ യാതൊരു കാരണവശാലും രക്ഷിക്കപ്പെട്ടവരുടെ രക്ഷ നഷ്ടപ്പെടുന്നതും അല്ല. ചില കാര്യങ്ങൾ ഞാൻ വേഗം ഒന്ന് ഓർപ്പിക്കാം. ലളിതമായ കാര്യങ്ങൾ മാത്രം, ആഴത്തിലേക്കൊന്നും പോകുന്നില്ല, നമുക്കെല്ലാം ഇത് അറിയാവുന്നതുമാണ്. എന്നാൽ കേൾക്കുന്നവരിൽ ആർക്കെങ്കിലും ആ കാര്യത്തിൽ ഒരു ഏതെങ്കിലും ഭാഗം ഒന്ന് ഓർമ്മിക്കണമെങ്കിൽ അതിനുവേണ്ടി ഞാൻ പറയുന്നു എന്നേ ഉള്ളൂ. രക്ഷയെക്കുറിച്ച് പറയുന്ന ചില ഭാഗങ്ങളൊന്ന് വേഗം ഞാൻ ഓർപ്പിക്കാം. ഒന്ന്, വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായം 10-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, രക്ഷ എന്നത് ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും ദാനം എന്ന് വായിക്കുന്നുണ്ട്. അവിടെ വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിൽ രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടത്തെയാണ് കാണിക്കുന്നത്. ആ രക്ഷിക്കപ്പെട്ടവർ മഹാപീഡനകാലത്തിന്റെ ആദ്യ ഭാഗത്ത് രക്ഷിക്കപ്പെടുന്നവരെ കുറിച്ചാണ് അവിടെ പറയുന്നത്. മഹാപീഡനം തുടങ്ങുന്നതൊക്കെ നമ്മൾ ഒത്തിരി പ്രാവശ്യം ഓർത്തിട്ടുണ്ട്. ഈ രക്ഷിക്കപ്പെട്ട ദൈവമക്കളെ കർത്താവ് മധ്യാകാശത്തിൽ വന്ന് കൊണ്ടുപോയി കഴിയുമ്പോൾ പിന്നെ മഹാപീഡനം ഇവിടെ തുടങ്ങുമെന്നും, മഹാപീഡനം 7 വർഷമാണെന്നും, ആദ്യത്തെ 3.5 വർഷം പിന്നെ രണ്ടാമത്തെ 3.5 വർഷം, ഈ 2 സമയത്തും സുവിശേഷം അറിയിക്കുന്നുണ്ട്. ആദ്യത്തെ സമയത്ത് ദൈവം 2 പേരെ പ്രത്യേകമായി നിയോഗിച്ച് സുവിശേഷം അറിയിക്കുന്നുണ്ട്. അതിന് രാജ്യത്തിന്റെ സുവിശേഷം എന്നാണ് പറയുന്നത്. രാജ്യത്തിന്റെ സുവിശേഷത്തോടൊപ്പം കൃപയുടെ സുവിശേഷം അവർ പ്രസംഗിക്കും. അത് നമുക്കിപ്പോ വിശദീകരിക്കേണ്ട ആവശ്യം. അപ്പോൾ അങ്ങനെ പ്രസംഗിക്കുമ്പോൾ യഹൂദന്മാരും ധാരാളമായി രക്ഷിക്കപ്പെടും, യഹൂദന്മാരല്ലാത്തവരും ധാരാളമായി രക്ഷിക്കപ്പെടും. അങ്ങനെ യഹൂദന്മാരല്ലാത്തവരായ ആൾക്കാർ രക്ഷിക്കപ്പെട്ടു. അവർ കൊല്ലപ്പെട്ടു. അവർ കൊല്ലപ്പെട്ടത് എതിർ ക്രിസ്തുവിനാൽ അവർ കൊല്ലപ്പെട്ടു. അവരുടെ ആത്മാക്കളാണ് ഈ പറയുന്നത്. രക്ഷ എന്ന് പറയുന്നത് ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും ദാനമാണ്. എപ്പോഴും രക്ഷദാനമാണ് എന്ന് പറഞ്ഞാൽ എന്താ ഞാൻ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചോദിച്ചാൽ, നമുക്കറിയാം ദാനം അഥവാ ഗിഫ്റ്റ് ഒരിക്കലും തിരിച്ചെടുക്കുന്നതല്ല. നമ്മൾ ഒരാൾക്ക് ഒരു ഗിഫ്റ്റ് കൊടുത്തു, ആ ഗിഫ്റ്റ് കൊടുത്ത ആളുമായി പിന്നീട് എന്തെങ്കിലും ഒരു അകൽച്ചയോ അദ്ദേഹം നമുക്ക് എന്തെങ്കിലും പ്രയാസമോ ബുദ്ധിമുട്ടോ എതിരൊക്കെ ഉണ്ടാക്കിയാൽ നമ്മൾ ആരും, മനുഷ്യരായി നമ്മൾ പോലും പറയത്തില്ല എന്നാൽ ഞാൻ തന്ന ഗിഫ്റ്റ് ഇനി തിരിച്ചു തരണം എന്ന് നമ്മൾ ആരും പറയത്തില്ല. കാരണം ഗിഫ്റ്റ് കൊടുത്തതാണ്. അപ്പൊ രക്ഷ എന്ന് പറയുന്നത് ദാനമാണ്. അത് വൺസ് നമുക്ക് തന്നു കഴിഞ്ഞാൽ അത് തന്നത് തന്നെയാണ്, പിന്നെ ഒരിക്കലും ദൈവം അത് തിരിച്ചെടുക്കുകയില്ല. ലളിതമായ കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത് എന്ന് ഓർക്കണം. രണ്ടാമത്തെ കാര്യം, അപ്പൊ അതുകൊണ്ട് തന്നെ രക്ഷ നഷ്ടപ്പെടത്തില്ല. രണ്ടാമത്, യോഹന്നാന്റെ സുവിശേഷം 1:12 സുപരിചിതമായ വാക്യമാണ്. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകുവാൻ അധികാരം നൽകി. നാം രക്ഷിക്കപ്പെടുമ്പോൾ ദൈവ മക്കളായി തീരുക, ദൈവ കുടുംബത്തിലായി തീരുക. നമുക്കറിയാം, ഒരു കുഞ്ഞൊരു കുടുംബത്തിൽ ജനിച്ചാൽ അവൻ ആ മാതാപിതാക്കളെ അനുസരിച്ച് വേണം ജീവിക്കാൻ. പക്ഷെ അനുസരിക്കുന്നില്ല, മാതാപിതാക്കൾക്ക് ദോഷം ചെയ്യുന്നു വിചാരിക്കുക. അവൻ മാതാപിതാക്കളെ ഒട്ടും വിധേയപ്പെടാതാണ് ജീവിക്കുന്നത്. എങ്ങനെ ജീവിച്ചാലും മക്കളല്ലാതാകുമോ? ഇവിടെ വേറൊരു കാര്യം അപ്പോൾ ചിലപ്പോൾ ആരുടെയെങ്കിലും മനസ്സിൽ വന്നോ എന്ന് എനിക്കറിയത്തില്ല. അങ്ങനെയാണെങ്കിൽ രക്ഷിക്കപ്പെട്ട ശേഷം അങ്ങ് പാപം ചെയ്ത് അങ്ങനെ ജീവിക്കാമോ? ദൈവത്തെ അനുസരിക്കാതെ അങ്ങ് ജീവിക്കാമോ? അങ്ങനെ ജീവിച്ചാലും സ്വർഗത്തിൽ പോകുമോ എന്നൊരു ചോദ്യം വരും. ഞാൻ സ്നേഹത്തിലും വിനയത്തിലും പറയട്ടെ, രക്ഷിക്കപ്പെട്ടവർ പാപം ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. അത് ബൈബിള് തന്നെ പറയുന്നുണ്ട്, ആവർത്തിച്ച് പറയുന്നുണ്ട്. നമുക്ക് എപ്പോഴും അറിയാവുന്ന വാക്യം 1 യോഹന്നാൻ 1:7 ആ വാക്യങ്ങളാണ്. അവിടെ പറയുന്നുണ്ട്, നമുക്ക് പാപമില്ല എന്ന് പറയുന്നെങ്കിൽ നാം നമ്മെ തന്നെ വഞ്ചിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോ നമുക്ക് രക്ഷിക്കപ്പെട്ടെങ്കിലും പാപ സാധ്യതയുണ്ട്, പാപം ചെയ്യാൻ സാധ്യതയുണ്ട്. പാപം ചെയ്യരുത്, പക്ഷെ പാപം ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. എന്നാൽ ഞാൻ ഓർപ്പിക്കട്ടെ, രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതൽ
പാപത്തിൽ തുടരുകയില്ല. അങ്ങനെ ഒരു അബദ്ധം പറ്റാം. ചിലപ്പോൾ പ്രത്യേക സാഹചര്യത്തിൽ ഒരു തെറ്റ് പറ്റിയാൽ അവരത് റിയലൈസ് ചെയ്യുകയും സങ്കടപ്പെടുകയും ദൈവത്തോട് 1 യോഹന്നാൻ 1:7 കഴിഞ്ഞുള്ള വാക്യങ്ങൾ അത് പറയുന്നുണ്ട്. നമുക്ക് പാപമില്ലെന്ന് പറയുന്നെങ്കിൽ നാം നമ്മെ തന്നെ വഞ്ചിക്കും, നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നു എങ്കിൽ നമ്മളോട് ക്ഷമിക്കും. അതിന് തക്കവണ്ണം ശക്തനാണ് നമ്മുടെ കർത്താവ്, നമ്മളോട് ദയുള്ളവനാണ്. ആ കാര്യമൊക്കെ നമ്മളവിടെ വായിക്കുന്നുണ്ടല്ലോ. അപ്പൊ അതുപോലെ ഞാൻ ഓർപ്പിക്കട്ടെ, രക്ഷിക്കപ്പെട്ടവർ പാപത്തിൽ തുടരുകയില്ല, അവർക്ക് തുടരാൻ കഴിയുകയില്ല. അവർ രക്ഷിക്കപ്പെട്ടവരെന്ന നിലയ്ക്ക് തെറ്റ് ചെയ്യുമ്പോൾ അവർക്ക് അവര് ഓർത്ത് ക്ഷമ പറഞ്ഞാൽ അത് തീർന്നു. ഇല്ല, ഓർത്ത് ക്ഷമ പറയുന്നില്ലെങ്കിൽ ദൈവം ഓർമ്മിപ്പിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കും. ഓർമ്മിപ്പിക്കാൻ തക്കവണ്ണം ഉള്ള സാഹചര്യങ്ങൾ അത് ഒരുപക്ഷേ വചനത്തിലൂടെ ഉപദേശിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ആരെങ്കിലും ദൈവദാസന്മാരിലൂടെ നമുക്ക് ഉപദേശം കിട്ടാം, അല്ലെങ്കിൽ ഏതെങ്കിലും രോഗമോ അനർത്ഥമോ അപകടങ്ങളോ ഇതിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കാനൊക്കെ സാധിക്കും. എന്നാൽ ഇതുകൊണ്ടൊന്നും നമ്മൾ അനുസരിക്കുന്നില്ലെങ്കിൽ ദൈവം നമ്മളെ വെച്ചുകൊണ്ടിരിക്കത്തില്ലെന്ന് ഓർക്കണം. അതിൽ തുടരുന്ന പക്ഷം ദൈവം നമ്മളെ ശിക്ഷിക്കുമെന്നുള്ളതാണ്. നമ്മൾ പറഞ്ഞു വരുമ്പോൾ ഓർക്കണം, പാപത്തിന് വിവിധ ശിക്ഷകളുണ്ട്, മരണവും ഉണ്ട് എന്നുള്ളത് നമ്മൾ മറക്കരുത്. നമ്മളത് പഠിച്ചതാണല്ലോ. 1 കൊരിന്ത്യർ 5:5 വായിക്കുന്നില്ല, ഓർമ്മയിൽ നിന്ന്. ജഡസംഹാരത്തിനായി സാത്താനെ ഏൽപ്പിക്കണം. ഒരു പാപം ചെയ്യുന്ന ഒരു വ്യക്തിയെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. അവൻ ആ പാപത്തിൽ തുടരുന്നത് നിമിത്തമാണ്. അത് തുടരുന്നു എന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ച 5-ാം അധ്യായം പഠിച്ചതുകൊണ്ട് ഞാൻ ഒന്ന് ഓർപ്പിച്ചു പോകുന്നേ ഉള്ളൂ. ആ പാപത്തിൽ തുടരുന്നതിനാൽ ദൈവസഭയോട് പറയണം, അവനെ ജഡസംഹാരത്തിനായി സാത്താനെ ഏൽപ്പിക്കാൻ പറയാം. എന്ന് വെച്ചാൽ കൊന്നുകളയാനാണ് പറയുന്നത്. ദൈവത്തിന്റെ അല്ലാതെ അതിന്റെ ശിക്ഷ അവനെ ഭൂമിയിൽ നിന്ന് മാറ്റാം. അവനെ ഇനി പാപം ചെയ്യാൻ ഇടയാകരുത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന 11-ാം അധ്യായത്തിലുണ്ട്, നമുക്കെല്ലാം സുപരിചിതമായ ഒരു വാക്യമാണ്. അവിടെ അയോഗ്യമായി കർത്തൃമേശയിൽ സംബന്ധിക്കുന്നവർ ചിലർ ബലഹീനരും ചിലർ രോഗികളും എന്ന് പറഞ്ഞിട്ട് അനേകർ നിദ്ര കൊള്ളുന്നു. ആ നിദ്ര മരണത്തെയാണ് ഉദ്ദേശിക്കുന്നത്. അനേകർ. അപ്പൊ പാപത്തിന് മരണമുണ്ട്. ഇവിടെ നമ്മൾ കണ്ടത് ഇസ്രായേൽ മക്കളോടുള്ള ബന്ധത്തിലും അത് തന്നെയാണ്. ഇസ്രായേൽ മക്കളിൽ അവരിൽ പ്രസാദിച്ചില്ല എന്ന് വായിക്കുന്നുണ്ട്. ദൈവം പ്രസാദിച്ചില്ല, കാരണം ദൈവത്തെ അനുസരിക്കുന്നില്ല. അതുകൊണ്ടാണ് നമ്മള് ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കയീനെ കുറിച്ച് അത് വായിക്കുന്നത്. യഹോവയായ ദൈവം കയീനിലും അവന്റെ യാഗത്തിലും പ്രസാദിച്ചില്ല എന്ന് നമ്മളവിടെ വായിക്കുന്നുണ്ട്. കയീനിലും അവന്റെ യാഗത്തിലും എന്തുകൊണ്ടാണ് പ്രസാദിക്കാഞ്ഞിട്ട് പിന്നെ പറയുന്നുണ്ട്, അവിടെ പറയുന്നുണ്ട്, നീ നന്മ ചെയ്യുന്നുവെങ്കിൽ നിന്നോട് പ്രസാദം ഉണ്ടാകയില്ലയോ, തിന്മ ചെയ്യുന്നുവെങ്കിൽ നിന്നോട് പ്രസാദം ഉണ്ടാകയില്ല, പാപം നിന്റെ വാതുക്കൽ കിടക്കുന്നു, നീയോ അതിനെ ജയിക്കണം എന്നൊക്കെ പറയുമ്പോൾ പാപത്തെ ജയിക്കുകയല്ല, അവന് പാപത്തിന് കീഴ്പ്പെട്ട് ജീവിക്കുന്ന ഒരാളായിരുന്നു കയീൻ എന്നാണ് നമുക്ക് ആ ഭാഗത്ത് വായിക്കുമ്പോൾ മനസ്സിലാകുന്നത്. അതുകൊണ്ട് ദൈവം പ്രസാദമില്ല. അപ്പോൾ ഇസ്രായേൽ മക്കളോട് പ്രസാദം തോന്നിയില്ല എന്ന് പറഞ്ഞാൽ, അവരിൽ പ്രസാദിച്ചില്ലെന്ന് പറഞ്ഞാൽ അവർ പാപത്തിൽ ആവർത്തിച്ച്, ഇസ്രായേൽ ജനത്തിന്റെ സ്വഭാവം ഏതാണല്ലോ, അവർ ആവർത്തിച്ച് പാപം ചെയ്തുകൊണ്ടിരുന്നു. അതുകൊണ്ടാണ് അവരിൽ പ്രസാദിക്കാഞ്ഞതും അവര് ശിക്ഷ എന്ന നിലയിൽ കൂടെ അവർ അനേകരെ കൊല്ലുവാനിടയെ തീർന്നു. നമുക്ക് പുറപ്പാട് പുസ്തകം 32-ാം അധ്യായത്തിലൊക്കെ അവർ കാളക്കുട്ടിയെ ഉണ്ടാക്കിയത് അവരെ മുഴുവൻ കൊന്നുകളയാൻ ദൈവം ചിന്തിച്ചതും മോശ ദൈവത്തിന്റെ കാൽക്കൽ കെട്ടിപ്പിടിച്ച് കരഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അത് ദൈവം ഒഴിവാക്കിയെങ്കിലും അന്ന് 3000-ഓളം പേര് കൊല്ലപ്പെട്ടതൊക്കെ നമ്മൾ പുറപ്പാട് 32-ൽ വായിക്കുന്നുണ്ട്. അപ്പോൾ പാപത്തിന്റെ ശിക്ഷയായി മരണവും ഉണ്ട് എന്നുള്ളത് നമ്മൾ ഓർക്കണം. അപ്പൊ അതുകൊണ്ട് നമ്മൾ പറഞ്ഞു വന്നത്, ദൈവ മക്കളായി തീർന്നാൽ തെറ്റ് ചെയ്താലും മക്കളല്ലാതാകുന്നില്ല. എന്നാൽ നമ്മൾ ചിന്തിച്ചു, അവർ തെറ്റിൽ തുടരുകയില്ല. ദൈവമക്കൾ അബദ്ധം പറ്റിയേക്കാം, ചിലപ്പോൾ തെറ്റ് പറ്റിയേക്കാം. അവര് ഒട്ടും താമസിയാതെ സങ്കടപ്പെട്ട് വ്യസനിച്ച് ദൈവത്തോട് പശ്ചാത്തപിച്ച് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് അവര് മുന്നോട്ട് പോയിരിക്കും. അല്ല പാപത്തിൽ തുടരുന്നു എങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവർ രക്ഷിക്കപ്പെട്ടവർ അല്ല എന്നാണ്. അത് 1 യോഹന്നാന്റെ 1-ാമത്തെ ലേഖനം വായിക്കാമെങ്കിൽ ഈ കാര്യങ്ങൾ അവിടെ വിശദീകരിച്ചിട്ടുണ്ട്. 5 അധ്യായങ്ങൾ മാത്രമുള്ള ചെറിയ പുസ്തകങ്ങൾ വായിച്ചാൽ നമുക്കത് മനസ്സിലാവും. നമ്മളൊക്കെ വായിച്ചിട്ടുള്ളവരാണ്. ദൈവം നമ്മെ സഹായിക്കട്ടെ. അപ്പോൾ 1, രക്ഷദാനമാണ്, അതുകൊണ്ട് ഒരിക്കലും തിരിച്ചെടുക്കുന്നതല്ല. 2, ദൈവം മക്കളായി തീരുകയാണ് രക്ഷിക്കപ്പെടുമ്പോൾ. അതൊരിക്കലും രക്ഷ നമ്മൾ മക്കളല്ലാതെ ആയിത്തീരുന്നില്ല. 3, മറ്റു സുപരിചിതമായ ഒരു വാക്യം, അതുകൊണ്ട് അത് വായിക്കുന്നില്ല. ഇനി വായിക്കേണ്ട വാക്യങ്ങളുണ്ട്, നമ്മൾ വരുന്നുണ്ട്. എന്നാൽ അടുത്ത വാക്യം ഇതാണ്, നമുക്ക് ഓർമ്മയുണ്ട്. എഫേസർ 1:2-7 അവിടെ വായിക്കുന്നത്, ക്രിസ്തുവേശുവിനോട് കൂടെ
നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്നു. സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്നു, ഇരുത്താം എന്നല്ല. എപ്പോൾ നാം എപ്പോൾ രക്ഷിക്കപ്പെട്ടോ അപ്പോൾ തന്നെ ആത്മീക അർത്ഥത്തിൽ നമ്മളെ സ്വർഗത്തിൽ ഇരുത്തി. ക്രിസ്തു വിശ്വാസത്തിന്റെ മനോഹാരിതയാണ് നമ്മൾ അവിടെ കാണുന്നത്. പിന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകാം എന്നല്ല. യേശുക്രിസ്തുവിൽ വിശ്വസിക്കൂ, പിന്നീട് നമുക്ക് സ്വർഗത്തിൽ കൊണ്ടുപോകാം എന്നല്ല. ആത്മീയ അർത്ഥത്തിൽ, അക്ഷരപ്രകാരം പിന്നീട് അതിനൊക്കെ സന്ദർഭം ഉള്ളപ്പോഴാണ് പോകുന്നത്. പക്ഷെ ആത്മീയ അർത്ഥത്തിൽ അപ്പോൾ തന്നെ സ്വർഗത്തിൽ ഇരുത്തപ്പെടുകയാണ്. പിന്നെ അവിടെ നിന്ന് ഇറക്കി വിടുമെന്ന് ചിന്തിക്കാമോ? നിരവധി വാക്യങ്ങളുണ്ട്, ചിലത് മാത്രമാണ് ഞാൻ ഓർപ്പിക്കുന്നത്. അടുത്ത വാക്യം നമുക്കൊന്ന് വായിക്കേണ്ടതായിട്ടുണ്ട്. റോമർ 8:29. റോമർ 8:29. ആ വാക്യം നമ്മൾ പലപ്പോഴും അതിനെ ഒരുപാട് പല ഭാഗങ്ങളുമായി സപ്പോർട്ട് ചെയ്ത് വരുന്ന ഒരു വാക്യമാണ്. അതുകൊണ്ട് നമുക്ക് ആ വാക്യം ഒന്ന് കേൾക്കാം. റോമർ 8:29. അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദിജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. മുൻ നിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു. അവിടെ നിന്ന് രണ്ട് കാര്യങ്ങളാണ് ഞാൻ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഒന്ന്, ദൈവത്തിന്റെ സർവജ്ഞാനത്തിൽ മുന്നറിഞ്ഞവരെ മുൻ നിയമിച്ചും ഒരാൾ പോലും അതിൽ നഷ്ടപ്പെടുന്നില്ല. മുന്നറിഞ്ഞവരിൽ ചിലരെ അല്ല, മുന്നറിഞ്ഞവരെ മുൻ നിയമിച്ചും മുൻ നിയമിച്ചവരെ വിളിച്ചും. അവരുടെ ഇടയ്ക്ക് ഒരാൾ നഷ്ടപ്പെട്ടു പോകുന്നില്ല. വിളിച്ചവരെ നീതീകരിച്ചു എന്ന് പറയുന്നതാണ് രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത്. നീതീകരിക്കപ്പെടുക എന്ന്, രക്ഷിക്കപ്പെടുന്നതിന്റെ മറ്റൊരു വാക്കാണ് നീതീകരിക്കപ്പെടുക എന്നുള്ളത്. അത് റോമർ 5:1 നമ്മൾ വായിക്കുന്നുണ്ട്. എന്നിട്ട് അടുത്ത് വായിക്കുന്നത്, നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു. നീതീകരിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെടുക എന്ന്. തേജസ്കരണം നടക്കുന്നത്, അക്ഷരപ്രകാരം നടക്കുന്നത് നമ്മുടെ കർത്താവ് വന്ന് നമ്മളെ ചേർക്കുമ്പോഴാണ്. പക്ഷേ അവിടെ എഴുതിയിരിക്കുന്നു തേജസ്കരിച്ചും ഇരിക്കുന്നു. പാസ്റ്റ് ടെൻസിലാണ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ അർത്ഥം ആത്മീയ അർത്ഥത്തിൽ തേജസ്കരിക്കപ്പെട്ടിരിക്കുന്നു, സ്വർഗത്തിൽ പ്രവേശിച്ചതിന് തുല്യമാണത് എന്നുള്ളതാണ്. അതിൽ ഒരാൾ പോലും നഷ്ടപ്പെടുന്നില്ല. നീതീകരിക്കപ്പെട്ടതിൽ ഒരാൾ പോലും നഷ്ടപ്പെടുന്നില്ല. അവർ മുഴുവൻ തേജസ്കരിച്ചും ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ ഉറപ്പും കൂടെയാണ് എന്ന് കാണാൻ കഴിയും. അപ്പോൾ യാതൊരു വിധത്തിലും രക്ഷിക്കപ്പെട്ടവർ നഷ്ടപ്പെട്ടു പോകുന്നില്ല. പറഞ്ഞത് ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ, പാപത്തിൽ ഒരുത്തൻ തുടരുന്നെങ്കിൽ അതിന്റെ അർത്ഥം ആ വ്യക്തി രക്ഷിക്കപ്പെട്ടവൻ അല്ല. രക്ഷിക്കപ്പെട്ടവർക്ക് പാപത്തിൽ തുടരാൻ കഴിയുകയില്ല, പാപം ചെയ്യാൻ സാധ്യതയുണ്ട്. അത് ഞാൻ ആവർത്തിച്ച് പറയുന്നത് ക്ഷമിക്കണം, നമ്മൾ അത് ശരിയായി മനസ്സിലാകേണ്ടതിന് വേണ്ടി പറയുന്നു എന്നുള്ളത്. എന്നാൽ രക്ഷിക്കപ്പെട്ടാൽ, അബദ്ധം പറ്റിയാൽ ക്ഷമ ചോദിക്കും, പരിഹാരം വരുത്തും, അത് സ്റ്റോപ്പ് ചെയ്യും. ദൈവം സഹായിക്കട്ടെ. ഒരു കാര്യം കൂടെ ആ ബന്ധത്തിൽ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം എന്ന് വിചാരിക്കുക. ഒരെണ്ണം കൂടെ, അതിന് വാക്യം ഒന്ന് വായിക്കാം. എഫേസർ 1:4. സുപരിചിതമായ വാക്യമാണ്, എന്നാലും നമുക്ക് വായിക്കാൻ ഇപ്പം നമുക്ക് വിൻസി സൗകര്യം ലഭിച്ചതുകൊണ്ട് വായിക്കാം. നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും തിരുഹിതത്തിന്റെ പ്രസാദപ്രകാരം യേശുക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന്. അത്രയും മതി. നമുക്ക് ഞാൻ ഉദ്ദേശിക്കുന്ന ഭാഗം, ലോകസ്ഥാപനത്തിന് മുന്നേ നമ്മെ ക്രിസ്തുവിൽ തെരഞ്ഞെടുത്തു. നമ്മള് ഇന്ന് രക്ഷിക്കപ്പെട്ടെങ്കിൽ, ഇന്നെന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിച്ചിരുന്ന കാലത്ത് രക്ഷിക്കപ്പെടാനുള്ള കാരണം, രക്ഷിക്കപ്പെട്ടു, അതിന്റെ കാരണം പുറമോട്ട് നമ്മൾ തിരിഞ്ഞ് ചിന്തിക്കുമ്പോൾ, ലോകസ്ഥാപനത്തിന് മുൻപേ ക്രിസ്തുവിൽ നമ്മെ തെരഞ്ഞെടുത്തു. അത് വല്ല മുഖപക്ഷവുമാണോ? അല്ല. അതൊക്കെ നമ്മൾ പലപ്പോൾ ചിന്തിച്ചിട്ടുള്ളതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. അത് മുഖപക്ഷം ഒന്നും കാണിച്ചല്ല. ദൈവത്തിന്റെ സർവജ്ഞാനത്തിൽ നമ്മളെ കണ്ടു. ആ കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ ക്രിസ്തുവിൽ നമ്മളെ തെരഞ്ഞെടുത്തു. ക്രിസ്തുവിൽ നമ്മെ തെരഞ്ഞെടുത്തത് കൊണ്ടാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടത്. അങ്ങനെയുള്ളവരാണ് രക്ഷിക്കപ്പെടുന്നത്. അപ്പോൾ ക്രിസ്തുവിന് ആ രക്ഷ നഷ്ടപ്പെട്ടാൽ ക്രിസ്തുവിന്, ദൈവത്തിന് തെറ്റുപറ്റി എന്ന് പറയേണ്ടി വരില്ലേ? ദൈവത്തിന് തെറ്റുപറ്റുമോ? ദൈവത്തിന് ഒരിക്കലും തെറ്റുപറ്റത്തില്ല. നമ്മെ ലോകസ്ഥാപനത്തിന് മുമ്പേ ക്രിസ്തുവിൽ തെരഞ്ഞെടുത്തു. നമുക്ക് ജീവിക്കാൻ അവസരം ലഭിച്ചപ്പോൾ നമ്മൾ രക്ഷിക്കപ്പെട്ടു. ആ രക്ഷ തന്നെയാണ്. അതിന് യാതൊരു മാറ്റവുമില്ല. അത് നഷ്ടപ്പെടുന്നത് അല്ല.
എന്നാൽ രക്ഷിക്കപ്പെടാത്തവർക്ക് പിന്നെ നഷ്ടപ്പെടാനായിട്ട് ഒന്നും ഇല്ലല്ലോ. രക്ഷിക്കപ്പെടാതെ ചിലര് പാപത്തിൽ തുടരുകയും അത് കാണുന്നത് കൊണ്ടാണ് നമുക്ക് തോന്നുന്നത് രക്ഷ നഷ്ടപ്പെട്ടു പോകുമെന്ന്. കർത്താവ് സഹായിക്കട്ടെ. വേണേ സിംപ്ലി ഒരു കാര്യം കൂടെ പറയാം. രക്ഷ നഷ്ടപ്പെട്ടു പോകും എങ്കിൽ, പാപം ചെയ്യുന്നതിനാൽ രക്ഷ നഷ്ടപ്പെട്ടു പോകും എങ്കിൽ, ലോജിക്കലായിട്ട് ഒരു കാര്യം അങ്ങ് പറയാം, നമ്മിൽ ആര് സ്വർഗത്തിൽ പോകും? ആർക്കെങ്കിലും സ്വർഗത്തിൽ പോകാൻ കഴിയും? നമ്മൾ ആരും പാപം ചെയ്യുന്നില്ല, പക്ഷെ അറിയാതെ പോലും ചിലപ്പോഴൊക്കെ ചെയ്തു പോകും. ദൈവം നമ്മെ സഹായിക്കട്ടെ. രക്ഷ നഷ്ടപ്പെടുന്നതിന് ഈസിയായി പറയാവുന്ന ഒരു വേദഭാഗമാണിത്. പക്ഷേ രക്ഷ നഷ്ടപ്പെടുമെന്നൊരു കാര്യമല്ല ഇവിടെ പഠിപ്പിക്കുന്നത് എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഞാൻ 1-ാം വാക്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. 1 കൊരിന്ത്യർ 10:1 മാത്രം നമുക്ക് ഇപ്പോൾ ഒന്ന് വായിക്കാം. സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും മേഘത്തിന് കീഴിലായിരുന്നു. മതി, അത്രയും മതി. കൊരിന്ത് വിശ്വാസികളോടും സകല വിശ്വാസികളോടും പറയണം, നമ്മുടെ പിതാക്കന്മാർ. ഇവിടെ ഇസ്രായേൽ ജനത്തെ ഉദ്ദേശിച്ചാണ് നമ്മുടെ പിതാക്കന്മാരെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇസ്രായേൽ ജനത്തെ ഉദ്ദേശിച്ചാണ് നമ്മുടെ പിതാക്കന്മാർ. അവിടെ ആ പിതാക്കന്മാരെന്നുള്ള പ്രയോഗത്തിലൂടെ ഇസ്രായേൽ ജനത്തിലെ പിതാക്കന്മാരും മാതാക്കളും എല്ലാം അതിനകത്തുണ്ട് എന്ന് ഓർക്കണം. പിതാക്കന്മാർ എല്ലാവരും മേഘത്തിൻ കീഴിൽ ആയിരുന്നു, മേഘത്തിന്റെ സംരക്ഷണയിലായിരുന്നു, അണ്ടർ ദ ഗൈഡൻസ് ഓഫ് ദ ക്ലൗഡ്. മേഘത്തിന്റെ ആ ഗൈഡൻസിലും കൺട്രോളിലും പ്രൊട്ടക്ഷനിലും ആയിരുന്നു എന്നാണ് അവിടെ പറയുന്നത്. ഞാൻ തുടർന്ന് ചില കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ മേഘത്തിൻ കീഴ് ഇസ്രായേൽ ജനത്തിന് ലഭിച്ച നന്മകളും അതോടൊപ്പം അതേപോലെ ഈ മേഘത്തിൻ കീഴിലാണ് നമ്മൾ ഇരിക്കുന്നതെങ്കിൽ നമുക്ക് ലഭിക്കുന്ന നന്മകളെ കുറിച്ചും ഒന്ന് പറയാം എന്ന് ഞാൻ വിചാരിക്കുകയാണ്. നമുക്കതിന് പുറപ്പാട് പുസ്തകം 13-ാം അധ്യായം 21-ഉം 22-ഉം ഒന്ന് വായിച്ച് കേൾക്കാം. പുറപ്പാട് 13-ന്റെ 21, 22. അവർ പകലും രാവും യാത്ര ചെയ്യുവാൻ തക്കവണ്ണം അവർക്ക് വഴി കാണിക്കേണ്ടതിന് പകൽ മേഘസ്തംഭത്തിലും അവർക്ക് വെളിച്ചം കൊടുക്കേണ്ടതിന് രാത്രി അഗ്നിസ്തംഭത്തിലും യഹോവ അവർക്ക് മുൻപായി പോയിക്കൊണ്ടിരുന്നു. പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിസ്തംഭവും ജനത്തിന്റെ മുൻപിൽ മാറിയതുമില്ല. മതി, അത്രയും മതി. നമുക്ക് സുപരിചിതമായ ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് അധിക വിശദീകരണമൊന്നും ആവശ്യമില്ല, എങ്കിലും ഈ ഭാഗത്തോട് ബന്ധപ്പെടുത്തി ചില കാര്യങ്ങൾ പറയണം എന്ന് ഞാൻ വിചാരിക്കാം. അപ്പൊ ഇസ്രായേൽ മക്കളെ നമ്മൾ ചിന്തിച്ച പോലെ അത്ഭുതകരമായി മിസ്രൈമിൽ നിന്ന് വിടുവിച്ചു. 430ഓളം വർഷമായിരുന്നു അവരുടെ കഷ്ടതയുടെ ജീവിതം എന്ന് നമുക്കറിയാം, അടിമത്തം അറിയാം. ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, അവര് അവിടെ നിന്നുള്ളൊരു വിടുതലിന് വേണ്ടി ഒറ്റയ്ക്കും കൂട്ടായിട്ടും ഒക്കെ തീർച്ചയായിട്ടും ശ്രമിച്ചു കാണും. പക്ഷെ അതെല്ലാം പരാജയപ്പെട്ടു. ദൈവം വിടുവിച്ചപ്പോൾ മാത്രമേ അവർക്ക് വിടുവിക്കപ്പെടാൻ കഴിഞ്ഞുള്ളൂ. ദൈവത്തിന് സ്തോത്രം. ദൈവം വിടുവിക്കുമ്പോഴാണ് നമ്മളും വിടുവിക്കപ്പെടുന്നത്. അങ്ങനെ വിടുവിക്കപ്പെട്ട ജനത്തെ അവരെ എല്ലാം അവിടുന്ന് ഇറക്കി വിട്ടിന് നിങ്ങൾ അങ്ങ് പൊക്കോ, ഇന്ന വഴിയോടൊക്കെ അങ്ങ് പൊയ്ക്കോ എന്ന് പറയുകയല്ല. നമ്മുടെ കണ്ടു, യഹോവ അവർക്ക് മുൻപായി മേഘത്തിൽ അവരുടെ കൂടെ സഞ്ചരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. രക്ഷിക്കപ്പെട്ട നമ്മെ, വിടുതൽ തന്ന നമ്മെ പൊയ്ക്കൊള്ളാൻ പറയുകയോ ഇന്ന വഴിയോടെ പോകാൻ പറയുകയോ ചെയ്യില്ല. നമുക്ക് വഴികാട്ടിയായി നമ്മുടെ നമ്മുടെ മുൻപിൽ ഉണ്ട് എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ കാണുന്ന ഒരു കാര്യം, പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിസ്തംഭവും. നമ്മൾ ഓർത്തിട്ടുണ്ട് ഇത് എന്ന് ഞാൻ ചിന്തിക്കുന്നത്. പകൽ മരുഭൂമിയിലൂടെയാണ് ഇവർ യാത്ര ചെയ്യുന്നത്. മരുഭൂമിയുടെ പ്രത്യേകത പകല് ഭയങ്കര വെയിലാണ് എന്നുള്ളതാണ്. മാത്രമല്ല അവർക്ക് യാത്ര ചെയ്യേണ്ട വഴിയൊന്നും അവിടെ ഇന്നത്തെ കാലത്തെ പോലുള്ള ഹൈവേകളോ ഇന്നത്തെ കാലത്തെ വഴികളും സംവിധാനങ്ങളും ഒന്നുമില്ല. അപ്പോൾ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഏത് വഴിയെ യാത്ര ചെയ്യണമെന്ന് അവർക്ക് കൃത്യമായി അറിഞ്ഞുകൂടാ. പക്ഷെ അവർക്ക് അറിയേണ്ട കാര്യമില്ല. ഈ മേഘസ്തംഭം ഒരു കുട പോലെ നമുക്ക് വേണേൽ ചിന്തിക്കാം. ഒരു സ്തംഭം താഴേക്ക് വരും, ഒരു സ്തംഭം വരും, മുകളിൽ ഒരു കുട പോലെ ഈ മേഘം ഇങ്ങനെ നിൽക്കുകയാണ്. ഈ മേഘം നിൽക്കുന്ന മാത്രമല്ല, ഈ മേഘം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് തൊട്ട് മുൻപായിട്ട്, അത് യഹോവയാണ്, മേഘം എന്ന് പറഞ്ഞാൽ യഹോവയാണ് നമ്മൾ വായിച്ചല്ലോ, മുൻപിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്.
അവരോട് കൂടെ യാത്ര ചെയ്യുകയാണ്. അവർക്ക് എന്ത് ലഭിക്കും? ഒന്ന് വഴി അവർക്ക് കാണിച്ചു കൊടുക്കും. ഇതിലേ കൂടെ പോകണമെന്ന് അവര് ചിന്തിക്കേണ്ടതില്ല, ആകുലപ്പെടേണ്ടതില്ല, വിചാരപ്പെടേണ്ടതില്ല. അവർക്ക് പോകാനുള്ള വഴി, ഏത് വഴിയാ പോകണം അത് കാണിച്ചു കൊടുത്ത് മുന്നോട്ട് പോകണം. രണ്ട്, ഈ സൂര്യന് കീഴിൽ ഈ മേഘം വരുമ്പോൾ തണല് കിട്ടും. വെയിലത്തൊക്കെ സഞ്ചരിച്ചിട്ടുള്ളവർക്ക് അത് അറിയാം. വെയിലത്തൂടെയൊക്കെ നമ്മൾ പോകുമ്പോഴോ പണി ചെയ്യുമ്പോഴോ ഒക്കെ ചിലപ്പോൾ ഈ മേഘം മേളി വരുമ്പോൾ ഒരു ആശ്വാസമാണ്. അപ്പോൾ പകൽ അവർക്ക് നല്ല തണലും ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പോകേണ്ട വഴിയുമുണ്ട്, അവർക്ക് തണലും ലഭിക്കുന്നുണ്ട്. ഇതാണ് പകൽ. രാത്രിയാകുമ്പോഴോ നോക്കുക, അത്ഭുതകരമായ കാര്യം. രാത്രിയാകുമ്പോൾ ഈ മേഘസ്തംഭം അഗ്നിത്തൂണായിട്ട് അങ്ങ് മാറുകയാണ്. അഗ്നിത്തൂണായി മാറുമ്പോൾ മരുഭൂമിയുടെ പ്രത്യേകത എന്താണ്? രാത്രിയിൽ ഒന്ന് ഇരുട്ട്, മറ്റൊന്ന് ഭയങ്കര തണുപ്പും. മരുഭൂമിയിലൊക്കെ സഞ്ചരിച്ചിട്ടുള്ളവരും അത്യാവശ്യം രാത്രി പാർക്കേണ്ടി വന്നിട്ടുള്ളവർക്കൊക്കെ അറിയാം. പകൽ ചൂടാണെങ്കിലും മരുഭൂമി രാത്രി നല്ല തണുപ്പായിരിക്കും. അതുപോലെ തന്നെ രാത്രി ഭയങ്കര ഇരുട്ടുമായിരിക്കും. ഈ ഇരുട്ടത്ത് ഈ അഗ്നിസ്തംഭം രണ്ട് കാര്യം കൊടുക്കും. ഒന്ന്, പ്രകാശം കൊടുക്കും. രണ്ട്, അവർക്ക് ചൂട് കൊടുക്കും. നമ്മൾ ഈ അഗ്നിസ്തംഭം എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ ഒരു എമർജൻസി ലൈറ്റ് ആയിരിക്കും വരുന്നത്. എമർജൻസി ലൈറ്റ് നമ്മുടെ മനസ്സിൽ നിന്ന് വന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അതൊരു സൂര്യപ്രകാശം പോലെ. നമ്മളവിടെ ചിന്തിച്ചു, ഇവര് രാത്രിയും പകലും ഒരുപോലെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് എവിടെയെങ്കിലും വിശ്രമിക്കണമെങ്കിൽ മേഘം നിൽക്കണം. മേഘം നിൽക്കുമ്പോൾ മാത്രമേ ഇവർക്ക് ക്യാമ്പ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ പാളയം അടിക്കുക എന്ന് മലയാളത്തിൽ പറയും. അതിന് മേഘം നിന്നെങ്കിലേ പറ്റത്തുള്ളൂ. അവർക്ക് സ്വന്തമായി ഇടയ്ക്കൊന്നും നിൽക്കാനോ വിശ്രമിക്കാനോ ഒന്നും പറ്റത്തില്ല. രാത്രിയും പകലും യാത്ര ചെയ്യാം. രാത്രിയും പകലും യാത്ര ചെയ്യുമ്പോൾ ഞാൻ ആ ഭാഗം ഇന്നൊന്ന് ഓടിച്ചാ ചിന്തിക്കാനായിട്ട് സാധിച്ചത്. എത്ര സമയം നടക്കും? ഇത് കുഞ്ഞുങ്ങളുണ്ട്, പ്രായമുള്ളവരുണ്ട്, ഒക്കെ ഉണ്ടല്ലോ. എത്ര സമയം ഇങ്ങനെ സഞ്ചരിക്കും? നമുക്കറിയാം, നമ്മൾക്ക് നടക്കാൻ തുടങ്ങിയാൽ ഒരു 1, 2, 3 മണിക്കൂറൊക്കെ ആകുമ്പോൾ നമ്മൾ തളർന്നു പോകയില്ലേ? ഇവര് രാത്രിയും പകലും 24 മണിക്കൂർ, ഒരു ദിവസമല്ല, 2 ദിവസമല്ല, 3 ദിവസമല്ല, എത്ര ദിവസം കഴിഞ്ഞാണ് ഈ മേഘം നിൽക്കുന്നത്? അപ്പോൾ മാത്രമേ അവർക്ക് പാളയം അടിക്കാൻ പറ്റുള്ളൂ. ഓർക്കണം, യഹോവയോട് കൂടെ നടക്കുന്നത് കൊണ്ട് അവർ ക്ഷീണിക്കുന്നില്ല, അവർ തളരുന്നില്ല, അവർക്ക് നടക്കാൻ കഴിയാതെ വരുന്നില്ല. ഇതാണ് യഹോവയോട് കൂടെ തന്നെ പിൻപറ്റുന്നത് കൊണ്ട്. ഇതാണ് ആത്മീയ ജീവിതത്തിൽ നമുക്ക് മുന്നോട്ട് പോകുന്നതിന് യഹോവയോട് കൂടെയാണെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടില്ല. അത് ഒരു ദിവസമൊന്നല്ല, 2 ദിവസമൊന്നുമില്ല, അങ്ങനെ എത്ര വേണമെങ്കിലും യാത്ര ചെയ്യാൻ കഴിയും. അത് യഹോവയുടെ കൂടെ അവർ സഞ്ചരിക്കുന്നത് കൊണ്ടാണ്. നോക്കുക, രാവും പകലും ഒക്കെ അവർക്ക് ആവശ്യമുള്ളതെല്ലാം കൊടുത്തുകൊണ്ട്. ഇതാണ് മേഘത്തിന്റെ കീഴിലായിരുന്നാൽ. ഞാൻ ആ ഭാഗം ചിന്തിച്ചപ്പോൾ ഓർത്തു, പകലൊക്കെ അവരാ മേഘത്തിന്റെ കീഴിൽ നിൽക്കണം. മേഘം കംപ്ലീറ്റ് സ്ഥലത്തുമില്ല, മേഘം ഒരു പ്രത്യേക സ്ഥലത്തുണ്ട്. അത് അവര് 20 ലക്ഷം പേരാണെങ്കിൽ ആ 20 ലക്ഷം ജനത്തിന് തണൽ കിട്ടത്തക്കവണ്ണം ഈ മേഘം അവരുടെ മുകളിലുണ്ട്. പക്ഷെ അവർക്ക് ഒരു ഉത്തരവാദിത്വമുണ്ട്. ആ മേഘത്തിന്റെ കീഴിൽ അവർ നിൽക്കണം. ആ മേഘത്തിന് പുറത്തേക്ക് അവർ പോയാൽ ഈ അനുഗ്രഹം അവർക്ക് ലഭിക്കുകയില്ല, ഈ അനുഭവം അവർക്ക് ലഭിക്കത്തില്ല. മേഘത്തിന് പുറത്തേക്ക് അവർ പോയാൽ അവർക്ക് ആവശ്യമായിട്ടുള്ള തണൽ ലഭിക്കുകയില്ല. അപ്പൊ അവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മേഘത്തിന്റെ ആ കീഴിൽ തന്നെ നിൽക്കണം. ദൈവത്തിന്റെ കീഴിൽ തന്നെ നിൽക്കണം. അത്യുന്നതന്റെ മറവിലെന്നൊക്കെ വായിക്കുന്ന അതാണ്. യഹോവയെ ഒരു കൂടാരമായി കാണണം. ആ കൂടാരത്തിനകത്ത് നമ്മൾ വസിക്കണം. അതിന് പുറത്തു പോയാൽ നമുക്ക് ഈ സംരക്ഷണം കിട്ടുകയില്ല. ആ ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഇസ്രായേൽ ജനത്തിന് അവർ പോകുമ്പോൾ അവരുടെ കൂടെ ഒരു കൊട പോലെ പിടിച്ചുകൊണ്ട്, നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, ചിലർക്കൊക്കെ കൊട പിടിച്ചു കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്. വലിയ ആൾക്കാർക്കൊക്കെ ചിലര് കൊട ഇങ്ങനെ പിടിച്ചു കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പൊ അവര് പോകുന്നിടത്തോട്ട് കൊടയും ആളും പോയി. ഇതുപോലെ നമുക്ക് സംരക്ഷണം തരുന്ന മേഘത്തിന്റെ കീഴിലെ ജീവിതം എത്ര അനുഗ്രഹമാണ്. അത് പറയുമ്പോൾ ഒരു കാര്യം കൂടെ ഞാൻ പറയാനായിട്ട് ഓർക്കുകയാണ്. ദൈവം ഈ നിലയിൽ പകലും രാത്രിയും അവർക്ക് വേണ്ടത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഭക്ഷണമൊക്കെ കൊടുക്കുന്ന കാര്യം നമുക്കറിയാമല്ലോ. മന്ന കൊടുക്കുന്നു, കാടപ്പക്ഷിയെ കൊടുക്കുന്നു. അവരതിൽ സംതൃപ്തരാണ്. ഞാൻ ചിലപ്പോഴൊക്കെ ഓർപ്പിച്ചിട്ടുള്ളതാണെങ്കിലും എന്റെ ഹൃദയത്തിൽ എപ്പോഴും അതിന് വലിയൊരു സ്ഥാനമുണ്ട്. അതുള്ളതോടെ ഞാൻ പറയാൻ പോവാം. എന്താന്ന് ചോദിച്ചാൽ, ഇങ്ങനെ ദൈവം മേഘസ്തംഭത്തിൽ, അഗ്നിസ്തംഭത്തിൽ അവർക്ക് വേണ്ടത്, പകൽ വേണ്ട തണല് വഴി പറഞ്ഞു കൊടുക്കുന്നു, രാത്രിയും വഴി പറഞ്ഞു കൊടുക്കുന്നു. അഗ്നിസ്തംഭം മുന്നിൽ പോവാണ്, വഴി പറഞ്ഞു കൊടുക്കുന്നു, അവർക്ക് വെളിച്ചം കിട്ടുന്നു, അവർക്ക് ചൂട് കിട്ടുന്നു, അവർ ഹാപ്പിയാണ്. പക്ഷെ ദൈവം അതുകൊണ്ട് ഹാപ്പി അല്ല എന്ന് പുറപ്പാട് പുസ്തകം 25-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇവിടുന്ന് ഒരു വാക്യം വായിക്കണം,
പുറപ്പാട് പുസ്തകം 25. ആ വാക്യം വായിക്കുമ്പോൾ യഹോവ ഇതെല്ലാം കൊടുക്കുമ്പോൾ തന്നെ അതിൽ പൂർണ്ണ സംതൃപ്തനല്ല. ദൈവത്തിന്റെ സംതൃപ്തി എന്താണെന്ന് അവിടെ വായിക്കുന്നു. പുറപ്പാട് 25:8. 25:8 ഒന്ന് വായിക്കും. അവിടെ നമ്മൾ വായിക്കുന്നത്, നെറ്റിന്റെ ഏതെങ്കിലും പ്രയാസം വിൻസി സിസ്റ്ററിന് ഉണ്ടാകാം. അവിടെ നമ്മൾ വായിക്കുന്നത്, എനിക്ക് എൻ്റെ ജനത്തിന്റെ നടുവിൽ വസിക്കാൻ ഒരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണമെന്ന് അവിടെ പറയുന്നുണ്ട്. പുറപ്പാട് പുസ്തകം 25:8-9 വാക്യങ്ങൾ വായിക്കുമ്പോൾ, എനിക്ക് എൻ്റെ ജനത്തിന്റെ നടുവിൽ വസിക്കാൻ ഒരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം. നമുക്ക് ദൈവത്തിന്റെ ആഗ്രഹം ഇങ്ങനെ പകലും രാവും ആവശ്യമുള്ളത് കൊടുത്ത് ഇങ്ങനെ പോകാനല്ല, പകരം നമ്മോട് ചേർന്ന് വസിക്കാനായിട്ട്, നമ്മോട് ചേർന്ന് വസിക്കാനാണ് ദൈവത്തിന്റെ ആഗ്രഹം എന്നുള്ളതാണ്. ഈ ആഗ്രഹം അവരിൽ ഒരുത്തർക്കും ഉണ്ടായതായി നമ്മൾ കാണുന്നില്ല. ഇസ്രായേൽ മക്കളിൽ ആരെങ്കിലും ദൈവമേ സ്നേഹസ്തംഭമായിട്ടുണ്ടെങ്കിൽ, അഗ്നിസ്തംഭമായിട്ടുണ്ടെന്നാൽ ഞങ്ങളുടെ നടുവിലേക്ക് ഇറങ്ങി വന്ന് ഞങ്ങളോട് കൂടെ അടുത്ത് നിൽക്കണമേ എന്ന് അവരാരും ആവശ്യപ്പെട്ടില്ല. എന്നാൽ അവർക്ക് വേണ്ടെങ്കിൽ എനിക്കും വേണ്ട എന്ന് വിചാരിച്ചില്ല. നമുക്കറിയാം, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് അവനോട് അടുത്ത സാമീപ്യം പുലർത്താൻ വേണ്ടിയിട്ടാണ്, അടുത്ത ബന്ധം പുലർത്താൻ വേണ്ടിയിട്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. അതുകൊണ്ടാണല്ലോ മനുഷ്യനെ സൃഷ്ടിയൊക്കെ തന്നെ ദൈവത്തിന് മനുഷ്യരോടുള്ള അടുപ്പമാണ്. ഞാൻ പലപ്പോഴും ഓർപ്പിച്ചിട്ടുണ്ട്. നോക്കുക, മറ്റെല്ലാം സൃഷ്ടിച്ച പോലെ മനുഷ്യനെ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് സൃഷ്ടിക്കാമായിരുന്നു. പക്ഷെ സ്വന്തം കരങ്ങൾ കൊണ്ട് സ്വന്തം സാദൃശ്യത്തിൽ സ്വന്തം സ്വരൂപത്തിൽ സൃഷ്ടിക്കുന്നു. പിന്നെ മൂക്കിൽ ജീവശ്വാസം ഊതുന്നു. വെറുതെ ഊതുകല്ല, ഒക്കെ ഓർത്തിട്ടുണ്ട് ഒത്തിരി പ്രാവശ്യം. മൂക്കിൽ ജീവശ്വാസം ഊതി ജീവൻ കൊടുക്കുന്നു. പിന്നെ വൈകാറാകുമ്പോൾ അവന്റെ അടുത്തേക്ക് വരികയാണ്. ഇത് നമ്മൾ തിരുവഴുത്തിൽ ഉടനീളം കാണാം. ദൈവത്തിന്റെ ആഗ്രഹം നമ്മോട് അടുത്തിരിക്കാനാണ്. നമുക്ക് ആ ആഗ്രഹമുണ്ടോ? അല്പസമയമൊക്കെ അടുത്തിരിക്കാൻ കാണുമായിരിക്കും, അത്രയേ ഉള്ളൂ. ദൈവത്തിന് ആഗ്രഹം എപ്പോഴും നമ്മൾ ദൈവത്തോട് കൂടെ അടുത്ത് വസിക്കണം, അടുത്ത സമ്പർക്കം പുലർത്തണം എന്നുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം. ഞാനത് ആ ഭാഗം തിരുവഴുത്ത് മുഴുവൻ കാണാൻ പറ്റും. യഹോവയായ ദൈവം നോഹയോട് കൂടെ നടക്കുന്നു, ഹാനോക്കിനോടുകൂടെ ദൈവം നടക്കുന്നു. പിന്നെ സമാഗമന കൂടാരം ഉണ്ടാക്കി അവരുടെ നടുവിൽ വന്ന് വസിക്കുന്നു. പിന്നെ ഇതാ ഇസ്രായേൽ മക്കളുടെ കൂടെ മേഘസ്തംഭമായി കൂടെ ഇരിക്കുന്നു. പിന്നീട് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ദൈവം തന്നെ മനുഷ്യരായി മനുഷ്യരുടെ ഇടയിലേക്ക് വരുന്നു. 2 മനുഷ്യരുടെ നടുവിൽ ക്രൂശിക്കപ്പെടുന്നു. പിന്നെ ശിഷ്യന്മാരുടെ നടുവിൽ വന്ന് നിന്നിട്ട് ഇതാ നിങ്ങൾക്ക് സമാധാനം എന്ന് പറയുന്നുണ്ട്. തന്നിൽ വിശ്വസിക്കുന്നവരുടെ നടുവില് വരുന്ന കർത്താവ്. ഒടുവിൽ ഞാനത് അങ്ങനെ ആ ഭാഗം ഇങ്ങനെ ചിന്തിച്ചു വന്നപ്പോൾ, വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിലേക്കൊക്കെ വരുമ്പോൾ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നുണ്ട്, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം. വെളിപ്പാട് 21:3 വായിക്കുന്നതാണ്, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം. ഇത് പുതിയ ആകാശ പുതിയ ഭൂമിയിലേക്ക് വരുമ്പോൾ ഓർത്തിട്ടുണ്ട്, എന്നാലും ഞാൻ ആവർത്തിച്ച് ഓർപ്പിക്കാം. അതായത് കർത്താവ് വന്നു, നമ്മളെ ചേർക്കുന്നു. 7 വർഷം ഭൂമിയിൽ മഹാപീഡനം, നമ്മൾ സ്വർഗത്തിലായിരിക്കുന്നു. 7-ാം വർഷത്തിന്റെ ഒടുവിൽ കുഞ്ഞാടിന്റെ കല്യാണം നടക്കുന്നു, നമ്മളും കർത്താവും കൂടെ ഭൂമിയിലേക്ക് വരുന്നു. പിന്നെ 1000 വർഷം ഈ ഭൂമിയെ കർത്താവിനോട് കൂടെ നമ്മളും കൂടെ ചേർന്ന് ഭരിക്കുന്നു. അതിനുശേഷം ഈ ആകാശ ഭൂമിയെ പുതുക്കുന്നുണ്ട്. പുതിയത് എന്നുള്ളത് പുതുക്കുന്നു, പലപ്പോഴും ചിന്തിച്ചിട്ടുള്ള. ആ പുതുക്കിയ എന്ന് പറയുമ്പോൾ ഓർക്കണം, നമ്മള് മനുഷ്യൻ തേജസ്കരിക്കപ്പെട്ടതുപോലെ തന്നെ ഭൂമിയും ഒരർത്ഥത്തിൽ തേജസ്കരിക്കപ്പെടുകയാണ്. ഈ ആകാശവും തേജസ്കരിക്കപ്പെടുകയാണ്. അത് റോമാലേഖനത്തിൽ പറയുന്നുണ്ട്, സൃഷ്ടിയെല്ലാം ദ്രവത്വത്തിൽ നിന്നുള്ള വിടുതലിന് വേണ്ടി കാത്തിരിക്കുന്നു എന്ന് നമ്മളവിടെ വായിക്കുന്നുണ്ട്. ആ ഭൂമിയും സൃഷ്ടിയാണ്. അതും ഈ ഇപ്പോഴത്തെ ഭൂമി ദ്രവത്വമുള്ളതാണ്. അതൊക്കെ മാറി അദ്രവത്വമുള്ള ഒരു പുതിയ ഭൂമിയായി, പുതിയൊരു ആകാശമായി വരുന്നു. അതിലേക്കാണ് പുതിയ യെരൂശലേം, സ്വർഗത്തിൽ നിർമ്മിച്ച, ദൈവം നിർമ്മിച്ച, ശില്പിയെ നിർമ്മിച്ച ആ കൂടാരം ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നു. എന്നിട്ട് അവിടെ നമ്മൾ വായിക്കുകയാണ്. എന്നിട്ടാണ് വായിക്കുന്നത്, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം. ഈ കൂടാരം ഓർമ്മയുണ്ടല്ലോ, 1500 മൈൽ നീളവും വീതി ഉയരമുള്ളതാണ്. അതിനു ചുറ്റും ധാരാളം മനുഷ്യർ പാർക്കുന്നുണ്ട്. ഈ കൂടാരത്തിന് ചുറ്റും. 22-ാം വാക്യത്തിലെ ഒരു വാക്യം ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. 22:1, വെളിപ്പാട് 22:1, വീഥിയുടെ നടുവിൽ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്നതായി പളുങ്കുപോലെ ശുഭ്രമായ ജീവജല നദിയും അവൻ എന്നെ കാണിച്ചു. അവിടെ വായിക്കുന്നത് എന്താന്ന് ചോദിച്ചാൽ, ഈ
പുതിയ യെരൂശലേം ഉണ്ടല്ലോ, 1500 മൈൽ ഉയരമുള്ള ഈ പുതിയ യെരൂശലേമിന്റെ ആ ഏറ്റവും മുകളിൽ ഒരു സിംഹാസനമുണ്ട്. ആ സിംഹാസനത്തിൽ പിതാവും പുത്രനും ഇരിക്കുകയാണ്. അവിടെ നിന്നൊരു വഴി താഴേക്ക് പോകുന്നുണ്ട്, വീതിയുള്ള ഒരു വഴി. അത് സ്വർണം കൊണ്ട്, സ്വർണം എന്ന് പറഞ്ഞാൽ ഭൂമിയിലെ സ്വർണ്ണമൊന്നും അല്ല, സ്വർണം തന്നെയാണ്, സ്വർഗീയ സ്വർണം, സ്വച്ഛ സ്ഫടിക തങ്കം എന്നാണ് അതിനെ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. ഒരു വഴിയുണ്ട്. ആ വഴിയുടെ നടുക്കൂടെ ഒരു നദി ഒഴുകുന്നുണ്ട്. ആ നദിയുടെ ഇരുവശവും ജീവവൃക്ഷമുണ്ട്. ഞാൻ പറയാൻ വന്നത് എന്തിനാ ഈ വഴി എന്നുള്ളത്. എന്തിനാണ് ഈ വഴി? പിതാവും പുത്രനും ആ സിംഹാസനത്തിൽ അതിനകത്ത് ഇരിപ്പുണ്ട്. അത് എന്തിനാണ് ഈ പുതിയ യെരൂശലേമിൽ ഒരു വഴിയുടെ ആവശ്യം? എന്താ? നമ്മളൊക്കെ നമ്മൾ അതിനകത്ത് വസിക്കുന്ന എല്ലാം സഭയാണ്, കുഞ്ഞാടിന്റെ കാന്തയാണ് വസിക്കുന്നത്. നമ്മളാരും മനുഷ്യരല്ല. അപ്പോൾ മനുഷ്യർ എന്നുള്ള നിലയിൽ നമ്മൾ മാറി പുത്ര തുല്യരായി യേശുക്രിസ്തുവിന് അനുരൂപപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ അവിടെ കാന്തയായി നമുക്ക് യാത്ര ചെയ്യാൻ വഴിയുടെ ആവശ്യമില്ല നമുക്ക്. കാരണം നമ്മൾ അത്ര സൂപ്പർ നാച്ചുറൽ പവറുള്ള ഒരു ശരീരത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അദ്രവത്വമുള്ള ഒരു ശരീരത്തിലാണ് നമ്മളുള്ളത്, ഒരു ആത്മീയ ശരീരത്തിലാണ് നമ്മളുള്ളത്. നമുക്ക് യാത്ര ചെയ്യാൻ വഴിയുടെ ആവശ്യമില്ല. പിന്നെ എന്തിനാണ് ഈ വഴിയെന്ന് ചോദിച്ചാൽ, ഈ പുതിയ യെരൂശലേമിന് മതിലുണ്ട്, മതിലിൽ 12 വാതിലുണ്ട്. ഇതിന് ചുറ്റും അന്ന് പാർക്കുന്നവർക്ക് ഈ വഴിയെ നടന്ന് പിതാവിന്റെ അടുത്തേക്ക് വരാനായിട്ട് സാധിക്കാം, പുത്രന്റെ അടുത്തേക്ക് വരാൻ സാധിക്കാം. അവർ മഹത്വവുമായിട്ട് ഈ കൂടാരത്തിലേക്ക് വന്ന് അവർക്ക് അവിടെ താമസിക്കാൻ അവകാശമില്ലെന്നേ ഉള്ളൂ. അതിലൂടെ അവർക്ക് ആ വഴിയിൽ കൂടെ അവർക്ക് പിതാവിന്റെ അടുക്കിലേക്ക് തങ്ങളുടെ മഹത്വമായി വരാൻ സാധിക്കും. ഈ അർത്ഥത്തിലാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം. അത് എല്ലാ അർത്ഥത്തിലും എടുക്കാം. ആ കൂടാരത്തിന് ചുറ്റും മനുഷ്യർ പാർക്കുന്നതുകൊണ്ടും എടുക്കാം. മാത്രമല്ല, ഈ മനുഷ്യർക്ക് ഇതിനകത്ത് വന്ന് മനുഷ്യർക്ക് നടക്കാൻ പാത വേണം, നമുക്ക് നടക്കാൻ പാത വേണ്ട. കാരണം നമ്മൾ മനുഷ്യരെന്ന നിലയിൽ നിന്ന് മാറി ഇപ്പോൾ ക്രിസ്തുവിനോട് അനുരൂപപ്പെട്ട് കഴിഞ്ഞിരിക്കും. നമുക്ക് യാത്ര ചെയ്യാൻ സ്ഥലത്തിന്റെ ഒന്നും വഴിയുടെ ഒന്നും ആവശ്യമില്ല. നോക്കുക, ഇതാണ് ദൈവത്തിന്റെ ആഗ്രഹം. ആ ചേർന്നുള്ള ആ ജീവിതം എത്ര മനോഹരമാണ്. നോക്കുക, മേഘത്തിൻ കീഴ് ആയിരുന്നു, കർത്താവിന്റെ തണലിലായിരുന്നു, കർത്താവിന് കീഴ്പ്പെട്ട് ജീവിച്ചിരുന്നു, കർത്താവിന്റെ നിയന്ത്രണത്തിലായിരുന്നു, കർത്താവിന്റെ സംരക്ഷണത്തിലായിരുന്നു അവർ. ഇതേപോലെ നമ്മളും കർത്താവിന്റെ സംരക്ഷണത്തിലാണ്, തന്റെ കീഴിലാണ്. എന്നാൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ വ്യതിചലിച്ചാൽ, ആ മേഘത്തിന്റെ കീഴിൽ നിന്ന് വ്യതിചലിച്ചാൽ, അല്ലെ ആ നിയന്ത്രണത്തിന്റെ കീഴിൽ നിന്ന് വ്യതിചലിച്ചാൽ, ആ വചനത്തിൽ നിന്ന് വ്യത്യാസപ്പെട്ടാൽ ശിക്ഷ ഉറപ്പാണ്. അതാണ് ഇവിടെ പഠിപ്പിക്കുന്ന ഒരു കാര്യം. മേഘത്തിന് കീഴായിരുന്നു പിതാക്കന്മാരെല്ലാം. എന്നാലും അവർ എന്ത് ചെയ്തു? അവരിൽ പ്രസാദിച്ചില്ല. കാരണം അവർ പാപം ചെയ്തു എന്നുള്ളതാണ്. ഒരു കാര്യം കൂടെ ആ കാര്യത്തിൽ ഓർപ്പിക്കാമെന്ന് വിചാരിക്കുകയാണ്. പുറപ്പാട് പുസ്തകം തന്നെ 14-ാം അധ്യായം 19-20 വായിക്കുമ്പോൾ അവിടെ ആ ഭാഗം 14-ാം അധ്യായത്തിൽ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, 14-ന്റെ 19-20 ബിൻസി സിസ്റ്ററിന് നെറ്റിന്റെ സൗകര്യം ഉണ്ടോ വായിക്കാൻ? പുറപ്പാട് 14-ന്റെ 19-20 ഞാൻ തന്നെ വായിക്കാം എന്ന് വിചാരിക്കുന്നു. 14-ന്റെ 19-20 സോറി, പുറപ്പാട് 14-ന്റെ 19-20 വായിക്കുകയാണ്. അനന്തരം ഇസ്രായേലിയരുടെ സൈന്യത്തിന് മുൻപായി നടന്ന ദൈവദൂതൻ അവിടെ നിന്ന് മാറി അവരുടെ പിന്നാലെ നടന്നു. മേഘസ്തംഭവും അവരുടെ മുമ്പിൽ നിന്നും മാറി പിൻപിൽ പോയി നിന്നു. രാത്രി മുഴുവനും മിസ്രയീമ്യരുടെ സൈന്യവും ഇസ്രായേലിയരുടെ സൈന്യവും തമ്മിൽ അടുക്കാതെ വണ്ണം അത് അവയുടെ മധ്യേ വന്നു. അവർക്ക് മേഘവും അന്ധകാരവുമായിരുന്നു, ഇവർക്കോ രാത്രിയെ പ്രകാശമാക്കി കൊടുത്തു. നോക്കുക, ഈ മേഘത്തിന്റെ കീഴിൽ സ്വർഗീയ നിയന്ത്രണത്തിൽ, അതാണ് ആശയം. സ്വർഗീയ നിയന്ത്രണത്തിലാണെങ്കിൽ ലഭിക്കുന്ന മനോഹരമായ സംരക്ഷണമാണ് നമ്മളവിടെ കാണുന്നത്. നമ്മളവിടെ വായിച്ച ഭാഗം നമുക്ക് അറിയാമല്ലോ, വിശദീകരിക്കേണ്ടതില്ല, എന്നാലും ഒന്ന് സൂചിപ്പിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് ഓർമ്മയിലേക്ക് വന്നില്ലെങ്കിൽ. അതായത് ഇസ്രായേൽ മക്കൾ യാത്ര പുറപ്പെട്ട് അവർ ആദ്യം നേരിടുന്നത് ഒരു ചെറിയ പ്രശ്നമല്ല, ആദ്യം നേരിടുന്നത് ഒരു വലിയ പ്രശ്നമാണ്. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടാണ് ഈ ആദ്യം തന്നെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കഴിഞ്ഞ് വലുതായ വലിയ കുഴപ്പമില്ല, പക്ഷെ ആദ്യം തന്നെ എന്തുകൊണ്ടാണ് ഇത്രയും വലിയ പ്രശ്നം കൊടുത്തത് എന്ന് ചിന്തിച്ചിട്ടുണ്ട്. ഈ വലിയ പ്രശ്നം കഴിഞ്ഞാൽ
പിന്നെ വരുന്നതിനെയൊക്കെ അവർക്ക് അതിജീവിക്കാൻ ഈസി ആയിട്ട് കഴിയുന്നതാണ്. ചെങ്കടലിന്റെ മുൻപിൽ വന്നു. ചെങ്കടൽ അവർക്ക് അക്കരെ കിടക്കണം, ഒരു നിവൃത്തിയില്ല. ഒരു കടൽ അക്കരെ കിടക്കുന്നത്, നദിയൊക്കെയാണെങ്കിൽ എന്തെങ്കിലും മാർഗം ഉണ്ടെന്ന് വിചാരിക്കാം. പക്ഷെ ഇവിടെ ചെങ്കടലാണ്. ഈ കടലിന് അക്കരെ പോവുക എന്നുള്ളത് ഈസി എന്നല്ല, അത് അസാധ്യമാണ്. മനുഷ്യനോടുള്ള ബന്ധത്തിൽ അത് അസാധ്യമാണ്. അവിടേക്ക് അവർ വന്നിരിക്കുകയാണ്. പോട്ടെ, സാരമില്ല, അല്പം നേരം അവിടെ വിശ്രമിക്കാമെന്ന് വിചാരിച്ചാൽ പ്രശ്നം ഇതാ പിന്നാലെ മിസ്രയീം സൈന്യം, 600 സ്പെഷ്യൽ രഥങ്ങൾ, മറ്റനേക രഥങ്ങൾ, അത് ഓടിക്കാനുള്ള തേരാളികൾ, കുതിരകൾ ഒക്കെ ആയിട്ട് പാഞ്ഞ് ഇവരെ ആക്രമിച്ച് തോൽപ്പിച്ച് തിരിച്ചു കൊണ്ടുപോകാൻ പിന്നാലെ ഈ ശത്രു സൈന്യം വരുന്നതാണ് കാണുന്നത്. നമ്മളവിടെ വായിച്ചത് കേട്ടോ, അവിടെ മുൻപിൽ പോയിക്കൊണ്ടിരുന്ന ദൂതൻ പുറകിൽ വന്നു. അതൊരു കാര്യം. മറ്റൊരു കാര്യം, ഈ മുൻപിൽ പോയിക്കൊണ്ടിരുന്ന ഈ അഗ്നിസ്തംഭം അത് പിൻപിൽ വന്ന് ഇവരുടെ നടുവിൽ നിന്നു. മറ്റവർക്ക് ഇങ്ങോട്ട് അടുക്കാൻ കഴിയാതെ വേണം. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. സ്വർഗത്തിലെ ദൈവം തന്നെയാണെന്ന് ഓർക്കണം. അഗ്നിസ്തംഭം ദൈവം തന്നെയാണ്, യഹോവ തന്നെയാണ്. എത്രയോ സന്ദർഭങ്ങളിൽ ഒന്ന് തിരിഞ്ഞു നോക്ക്, എത്രയോ സന്ദർഭങ്ങളിൽ വലിയ പ്രതിസന്ധികൾ നമ്മളെ ആക്രമിച്ച് തകർത്ത് കളയാതിരിക്കത്തക്കവണ്ണം അവർ നമ്മളോട് അടുക്കാതെ വണ്ണം തടഞ്ഞു നിന്നത് സ്വർഗത്തിലെ ദൈവമാണ്. പലപ്പോഴും നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്, അയ്യോ ആ വലിയ അപകടം, ആ വലിയ അനർത്ഥം, ആ വലിയ പ്രതിസന്ധി എങ്ങനെ നേരിട്ടു എന്ന് ചോദിച്ചാൽ അവിടെ നടുവിൽ ഒരാൾ ഉണ്ടായിരുന്നു. മറ്റാരുമല്ല, സ്വർഗത്തിലെ ദൈവം തന്നെയായിരുന്നു. അത് നമ്മൾ തിരിച്ചറിയുന്നു. സ്വർഗത്തിലെ ദൈവം ആ പ്രശ്നം നമ്മളോട് എടുക്കാതെ വണ്ണം, ആ പ്രതിസന്ധി നമ്മെ തകർക്കാതെ വണ്ണം, കീഴ്പ്പെടുത്താതെ വണ്ണം നടുവിൽ നിന്നത് സ്വർഗത്തിലെ ദൈവം തന്നെയാണ്. മറ്റൊരു കാര്യം കൂടെ അവിടെ കാണുന്നുണ്ട്, ഞാൻ അതുകൂടെ പറഞ്ഞങ്ങ് അവസാനിപ്പിക്കാം. മറ്റൊന്ന്, ഇസ്രായേൽ ജനത്തിന് അവിടെ ഞാൻ ഒരു എമർജൻസി, ഒരു സൈഡിലേക്ക് പ്രകാശിക്കുന്ന ഒരു എമർജൻസി ലൈറ്റ് എന്റെ മനസ്സിൽ കാണുകയുണ്ടായി. ഒരു വലിയ എമർജൻസി ലൈറ്റ്. ഇസ്രായേൽ ജനത്തിന് നല്ല പ്രകാശം, അവർക്കോ ഇരുട്ടും ആയിരുന്നു എന്നുള്ളതാണ്. അവർക്കോ ഇരുട്ടുമായിരുന്നു എന്നുള്ളത്. അവർക്ക് ഇരുട്ടായതിന്റെ സന്തോഷമൊന്നും ഞാൻ പ്രകടിപ്പിക്കുകയല്ല. പക്ഷെ ദൈവജനത്തിന് പ്രകാശം കൊടുക്കുവാൻ, ദൈവജനത്തോട് ശത്രു അടുക്കാതെ വണ്ണം നടുവിൽ നിൽക്കുവാൻ തക്കവണ്ണം ദൈവത്തിന് പ്രസാദമായി എന്ന് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ഒരു വാക്കൂടെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഇനി ആ ഭാഗം നമ്മൾ വായിച്ചാൽ, പുറപ്പാട് 14:29 വായിക്കുകയാണെങ്കിൽ ഒരു അത്ഭുതകരമായ ഒരു കാര്യം നമ്മൾ കാണുന്നുണ്ട്. ദൈവജനത്തിന് ചെങ്കടലിനെ വിഭജിച്ചു കൊടുത്ത് ഉണങ്ങിയ നിലത്തൂടെ അവരക്കരെ കടന്നു. നമ്മൾ 20 ലക്ഷം എന്നാണല്ലോ പറയുന്നത്. 20 ലക്ഷമായിരിക്കാം, കൃത്യമായ കണക്കൊന്നും നമുക്ക് ലഭിക്കുന്നില്ല. 6 ലക്ഷം പുരുഷന്മാർ എന്നൊരു കണക്ക് മാത്രമേ ലഭിക്കുന്നുള്ളൂ. 20 ലക്ഷമായിരിക്കും, അതിൽ കൂടുതലായിരിക്കും. ഏതായാലും നേരത്തെ ഞാൻ ഓർപ്പിച്ചതുപോലെ അവരിൽ പ്രായമുള്ളവരും ചെറുപ്പക്കാരും കുഞ്ഞുങ്ങളും ഒക്കെ ഉണ്ട്. മുല കുടിക്കുന്ന കുഞ്ഞുങ്ങൾ കാണാം, ഗർഭിണികൾ കാണാം. ഇവരെല്ലാമാണ് യാത്ര ചെയ്യുന്നത്. പക്ഷേ അത്ഭുതകരമായ ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്, എന്റെ ഹൃദയത്തെ വല്ലാണ്ട് സ്പർശിച്ചു. ഒരാള് പോലും നഷ്ടപ്പെട്ടില്ല. ഇരുവശത്തും വെള്ളം ഇങ്ങനെ മതില് പോലെ നിൽക്കുകയാണെന്ന് എഴുതിയിരിക്കുന്നത്. ഭയപ്പെട്ടു പോയതിനെ നിന്നില്ല. ആ ധൈര്യത്തിൽ അവർ പോയി. മോശ കൊടുത്ത ധൈര്യത്തിൽ അവർ അക്കരെ കടന്നു. ഒരാൾ പോലും നഷ്ടപ്പെട്ടില്ല. പിന്നാലെ വന്നത് സാധാരണക്കാരല്ല, ഏറ്റവും ആരോഗ്യമുള്ള, നീന്താൻ അറിയാവുന്ന, കടലിൽ പരിചയമുള്ള മറൈൻസ് ആണ് വന്നിരിക്കുന്നത്. വലിയ പടജ്ജനമാണ് വന്നിരിക്കുന്നത്. നമ്മൾ വായിക്കുന്നുണ്ട്, നിങ്ങൾ പിന്നീട് വായിച്ചു നോക്കിയാൽ മതി. 14:29 വായിക്കുന്നത്, ഒരാള് പോലും രക്ഷപ്പെട്ടില്ല. ഒറ്റ ഒരുത്തൻ പോലും, ഈ മിടുക്കന്മാർ ഒറ്റ പോലും രക്ഷപ്പെട്ടില്ല. അവർ മുഴുവന കടലിൽ മരിക്കുവാൻ ഇടയായി തീർന്നു. മേഘത്തിന്റെ കീഴിൽ നമുക്ക് ലഭിക്കുന്ന വലിയ സംരക്ഷണം, ഈ മേഘം യഹോവയായ ദൈവമാണല്ലോ. ദൈവത്താൽ നമുക്ക് ലഭിക്കുന്ന മനോഹരമായ സംരക്ഷണം ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അവിടെ നമ്മുടെ വലിയൊരു ഉത്തരവാദിത്വമുണ്ട്. ആ മേഘത്തിന്റെ കീഴിൽ നിൽക്കുവാൻ, തന്നോട് ചേർന്ന് നിൽക്കുവാൻ, പറ്റിച്ചേർന്ന് നിൽക്കുവാൻ ആവശ്യമുണ്ട്. അതിൽ നിന്ന് വെളിയിലേക്ക് പോയാൽ ആ സംരക്ഷണം നമുക്ക് ലഭിക്കുന്നതല്ല. ഇസ്രായേൽ ജനം പലപ്പോഴും ഈ മേഘത്തിന് പുറത്തേക്ക് പോയി. ഈ മേഘസ്തംഭത്തിന് പുറത്തേക്ക് പോയത് മുഖാന്തരം, അവർ ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചത് മുഖാന്തരം അവരെ മരുഭൂമിയിൽ, മിക്ക പേരിലും പ്രസാദിച്ചില്ല, അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു എന്ന് വായിക്കുന്നുണ്ട്. ദൈവത്തിന്റെ ശിക്ഷയ്ക്ക് പാത്രമായി തീർന്നു. ഈ വലിയ മുന്നറിയിപ്പ് നമുക്ക് ഏറ്റെടുക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് വചനത്തോട് ചേർന്ന് നിൽക്കാം, കർത്താവിനോട് ചേർന്ന് നിൽക്കാം, ദൈവത്തിന്റെ കൊടക്കീഴിൽ നമുക്ക് നിൽക്കാം. വലിയ സംരക്ഷണം. നമ്മൾ ചിലതൊക്കെ ചിന്തിച്ചു,
വലിയ സംരക്ഷണം നമുക്ക് ലഭിക്കുന്നത്. അത് ഓർത്ത് കർത്താവിനെ സ്തുതിക്കാൻ, മഹത്വപ്പെടുത്താം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്നേഹ വന്ദനം അറിയിച്ചുകൊണ്ട് വാക്കുകൾ ഉപസ്മരിക്കുന്നു. ദൈവനാമം മാത്രം മഹത്വപ്പെടട്ടെ.